ഈ അശരീരി എവിടുന്നാണെന്നറിയാൻ രണ്ടുപേരും അടി നിർത്തി നോക്കി. ദേ 4 പേര് ചിരിച്ചോണ്ട് വാതിൽക്കൽ നിൽക്കുന്നു. എടാ ഉണ്ണി, നീ എപ്പോ വന്നു? മനു ബെഡിൽ ചരിഞ്ഞ് കിടന്ന് ചോദിച്ചു. മിന്നു പയ്യെ അവൻ്റെ ദേഹത്ത് നിന്ന് എണീറ്റ് അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഞങ്ങളാ അടി തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ ഉണ്ട്. ഓ സന്തോഷമായി. എന്നാൽ ഞാൻ പോട്ടെ. മിന്നു നൈസായി അവിടുന്ന് സ്കൂട്ടായി. എല്ലാവരും അവളുടെ പോക്ക് കണ്ട് ചിരിച്ചു. അവരെല്ലാം ഹാളിൽ ഒത്തുകൂടി. മിന്നു ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറി അങ്ങോട്ട് വന്നു. അല്ല മിന്നു, ഇന്ന് പെണ്ണാണല്ലായിട്ട് ഇപ്പോഴാണോ എഴുന്നേൽക്കുന്നേ? ഓ അതൊക്കെ ഇപ്പോൾ എണീറ്റാൽ മതിയെന്നേ. അവരെപ്പോഴും അങ്ങോട്ട് വരുന്നേ മിന്നൂസേ? ഇങ്ങോട്ട് എന്തിനാ വന്നേ? ഞാൻ അങ്ങോട്ട് പോവാ ചക്കുവേട്ടാ. സാധാരണ പെണ്ണ് കാണാൻ ഇങ്ങോട്ടല്ലേ വരുന്നേ? അതെന്തിനാ പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വരുന്നേ? അപ്പോൾ നിന്റെ പെണ്ണ് കാണലല്ലേ? ഉണ്ണി അവളെ നോക്കി. സഞ്ജുവും അവളെ തന്നെ നോക്കുമായിരുന്നു. എൻ്റെ പെണ്ണ് കാണലോ? ഉണ്ണിയേട്ടൻ എന്തായി പറയുന്നേ? ഇന്ന് നമ്മുടെ അപ്പൻ്റെ ചേച്ചിയുടെ പെണ്ണ് കാണലാണ്. വന്നില്ലേ പിന്നെ അത് മതി. അതല്ലേ ഇന്നലെ തന്നെ തിരക്കിട്ട് പോന്നേ. ഇത് പറഞ്ഞതും സഞ്ജു ട്യൂബ് ലൈറ്റ് പോലെ ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് മിന്നു അവനെ നോക്കി. അവൻ അവളെ കണ്ണിറുക്കി കാണിച്ചു. ഇത് കണ്ടതും അവൾ അവനെ കണ്ണുരുട്ടി കാണിച്ചു. അല്ല, നിങ്ങളോട് ഈ പൊട്ടത്തരമൊക്കെ ആരാ പറഞ്ഞേ? ഓ അതൊക്കെ അറിഞ്ഞു. അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. അജു കയ്യിൽ നിടിച്ചു. നിങ്ങളെന്താ വരില്ലെന്ന് പറഞ്ഞിട്ട്? ഓ അതോ, ഒരുത്തൻ കിടത്തി ഉറക്കണ്ടേ? നട്ട പാതരയ്ക്ക് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നതാ. ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഉണ്ണി സഞ്ജുവിനെ നോക്കി. അവൻ അവനെ നോക്കി ചിരിച്ചു. മിന്നു വാ, അവരെയും വിളിക്ക്, ചായ കുടിക്കാം. മേരിയമ്മ ഭക്ഷണമെല്ലാം മേശപ്പുറത്ത് വെച്ച്. അപ്പേ വാ കഴിക്കാൻ. ആടാ വരുവാ. അപ്പോഴേക്കും കുളിയെല്ലാം കഴിഞ്ഞ് മനുവും വന്നു. അവൻ വന്നപാടെ മിന്നുവിൻ്റെ തോളിൽ കൈയിട്ടു. കലിപ്പാണോ പെങ്ങളൂട്ടി? അതെല്ലോ സഹോദര. എന്നാലേ ദേഷ്യം മാറിങ്ങനെ എന്താ ചെയ്യുക? ഈ മുടിയൊക്കെ വെട്ടി ഒതുക്കിയാൽ മാറും. ഉറപ്പാണേ? അല്ല, നിനക്ക് ലോങ് ഹെയർ ഇഷ്ടമായിരുന്നല്ലോ, പിന്നെന്താ? അത് ഞാൻ അവളോട് പറയാൻ പറഞ്ഞിട്ടാ മേരിയമ്മ ഇടപെട്ടു. ആ തോന്നി. എന്നാ വെട്ടി ഷേപ്പ് ആക്കിയേക്കാം. അധികം ഒന്നും വേണ്ട ഏട്ടാ, ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. ഉണ്ണി മക്കളെ വാടാ. അവരെങ്ങനെ കത്തിയടിച്ചുകൊണ്ടിരിക്കും. പിന്നെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഒത്തുകൂടി. എല്ലാവരും നല്ല കത്തിയടിയിലും പോളിങ്ങിലുമാണ്. മിന്നു എന്താ അപ്പേ? അതെ, നമ്മുടെ രാഘവേട്ടൻ്റെ മോനില്ലേ, അവന് നിന്നെ കെട്ടാൻ താല്പര്യമുണ്ടെന്ന് രാഘവൻ എന്നോട് പറഞ്ഞു. നല്ല കുടുംബമാണ് മോളെ, നമുക്കൊന്ന്. ഇത് പറഞ്ഞതും സഞ്ജുവിന് ഭക്ഷണം ശിരസിൽ കയറി. അത് ചിരിച്ചുകൊണ്ട് തലയിൽ കൊട്ടിക്കൊടുത്തു. അപ്പനോടൊക്കെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടാന്ന്. എടി ഞാൻ എന്താടാ പറയാ, നീ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അവന് ഈവനിങ് നിന്നെ കാണാൻ വരും. നീ ഒന്ന് കണ്ടേക്കേ. ഇഷ്ടമല്ലേ അവനോട് പറഞ്ഞുതരാ. ഒന്ന് കണ്ടു നോക്കടാ, ഇഷ്ടമല്ലേ വേണ്ട. മനു അപ്പനെ താങ്ങി. അപ്പോൾ മനുവിൻ്റെ ഫോൺ റിങ് അടിക്കുന്നത് കേട്ടത്. അവൻ കഴിച്ചു നിർത്തി ഫോൺ എടുക്കാൻ പോയി. ഇങ്ങോട്ട് വരുമോ അപ്പേ? അത് ഞാൻ നിനക്ക് അവൻ്റെ നമ്പർ തരാം, നിങ്ങൾ തീരുമാനിക്ക്. എന്നിട്ട് ജോർജ് സഞ്ജുവിനെ നോക്കി. സഞ്ജുവിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പയ്ക്കറിയില്ലേ, സഞ്ജുവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതാ, ഒരു കുട്ടിയുണ്ട്. മിന്നു ഇടയിൽ കയറി. ഇത് കേട്ട് എല്ലാവരും വാ പൊത്തി ചിരിച്ചു. സഞ്ജു അവളെ നോക്കി ദേഷ്യത്തിൽ ചക്കുവിൻ്റെ കാലിൽ ചവിട്ടി. മിന്നു അവനെ നോക്കി ഇളിച്ച് കാണിച്ചു. എന്താ മോനെ, നേരത്തെ കെട്ടിയോ? അല്ലെങ്കിൽ അപ്പേ ലവ് മാരേജ് ആയിരുന്നു അല്ലേ സഞ്ജുവേട്ടാ? മിന്നു അവനെ പറയാൻ സമ്മതിച്ചില്ല. അവൻ അവളെ രൂക്ഷമായി നോക്കി. അവൾ പ്ലേറ്റും എടുത്ത് അടുക്കളയിൽ പോയി. എല്ലാവരും എണീറ്റ് കൈ കഴുകുന്നതിനിടയിൽ അങ്കിൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് അവൾ എനിക്കും അവൻ്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. അവളെ വെറുതെ പറഞ്ഞതാന്ന്. അവളുടെ സ്വഭാവം അതാ, ഒന്നും തോന്നല്ലേ. ഇല്ലെങ്കിൽ സഞ്ജു ചിരിച്ചു. മനസ്സിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി ചീവിട്, നോക്കിയിരുന്നു. പെട്ടെന്നാണ് പുറത്തു നിന്ന് മിന്നുവിൻ്റെ കരച്ചിൽ കേട്ടത്. എല്ലാവരും അങ്ങോട്ടോടി. നോക്കിയപ്പോൾ മിന്നുതാ റോഡിലേക്ക് ഓടാൻ റെഡിയായി നിൽക്കുന്നു. മനു ആണെങ്കിൽ കയ്യിലൊരു പത്തലും പിടിച്ച് നിൽപ്പുണ്ട്. എന്താടാ മനു ഇത്? ഒന്നുമില്ല, അപ്പേ അമ്മ അകത്ത് വയ്ക്കോ, ഇത് ഇടയ്ക്കുള്ളതല്ലേ. മനു അവരെ അകത്തേക്ക് വിട്ടു. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ മിന്നു? വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. ഏട്ടനാ വടികളോ, എന്നാ വരാം. എന്താ മനു കാര്യം? ഉണ്ണി ഇടയിൽ കയറി. നിന്നെ കാണാതിരിക്കുമായിരുന്നു. എന്താടാ, ഇവൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് നീ ഒന്ന് വിളിച്ച് പറയാതിരുന്നേ? മനു ദേഷ്യപ്പെട്ടു. എടാ അത് ഞാൻ. ഉണ്ണി ഏട്ടനെ ഒന്നും പറയണ്ട ഏട്ടാ, അത് ഞാൻ പറഞ്ഞിട്ടാ. ദേ ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം അവിടുത്തെ ജോലി. നീ ജോലിക്ക് പോയിട്ട് വേണ്ട കുടുംബം നോക്കാൻ. ഇവിടെ എവിടെയെങ്കിലും അടുത്തുള്ള ജോലി മതി. പണ്ടേ ശ്രദ്ധ എന്ന് പറഞ്ഞ സാധനം നിനക്കില്ല. ഏട്ടാ എനിക്കതിനൊന്നും പറ്റിയില്ലല്ലോ, പിന്നെന്താ? മിന്നു അവൻ്റെ അടുത്തേക്ക് വന്നു. സഞ്ജു വന്നതുകൊണ്ടല്ലെങ്കിലോ? മനു മിന്നുവിനെ കെട്ടിപ്പിടിച്ചു. മിന്നു നിറഞ്ഞ കണ്ണുകളോടെ സഞ്ജുവിനെ നോക്കി ചിരിച്ചു. അവൻ തിരിച്ചു. ഏട്ടാ ഇവരെല്ലാം ഉണ്ടല്ലോ അവിടെ, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകൂല, പ്ലീസ് ഏട്ടാ. അവസാനം എല്ലാവരുടെയും വാശിക്ക് മനു സമ്മതിച്ചു.
എല്ലാവരും ഹാളിൽ കയറിയിരുന്ന് കത്തിയിട്ട് തുടങ്ങി. കുറച്ചു നേരത്തിന് ശേഷം ശ്രീ സ്കൂട്ടിയുമായി വീട്ടിൽ വന്നു. മിന്നു വാ, സമയം വൈകി. ആടി വരുവാ. മിന്നു ചാടി മുറ്റത്തിറങ്ങി. ശ്രീമോളെ, മോളുടെ ഫേവറേറ്റ് വെള്ളയപ്പവും മുട്ടക്കറിയാണ്, വാ കഴിച്ചിട്ട് പോവാം. ദേ, എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ പോരെ. നീ ഇവിടെ നിൽക്ക്, ഞാൻ കഴിച്ചിട്ട് വരാവേ. ആ ചെല്ല് ചെല്ല്, മിന്നു ചിരിച്ചു. ചാടിത്തുള്ളി സ്കൂട്ടിയിൽ നിന്നിറങ്ങിയ ശ്രീ വാതിൽക്കൽ നിന്ന് തന്നെ രൂക്ഷമായി നോക്കുന്ന അജുവിനെ കണ്ടത്. എൻ്റെ ദൈവമേ, ഇങ്ങേരെപ്പോൾ വന്നു? അവൾ നെഞ്ചത്ത് കൈവച്ചു. അതോ, ആരും അവനെ പറ്റിച്ചെന്ന്. എൻ്റെ ഉറപ്പിൽ മേലാണ്. രാവിലെ എത്തി. നീ ചെന്ന് ഫുഡ് കഴിക്ക്. മേരിയമ്മേ, ലേറ്റായി, ഞാൻ പിന്നെ വരാവേ. നീ കയറിക്കേ. മിന്നു വാ പോകാം. അല്ല, നീ ഫുഡ് കഴിക്കുന്നില്ലേ? ഇപ്പോൾ കഴിക്കാൻ നിന്നാലേ പിന്നെ കഴിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കഴിക്കാത്തതാണ് മോളെ നല്ലത്. അജുവിനെ നോക്കി നല്ലതുപോലെ ചിരിച്ച് ശ്രീ സ്കൂട്ടി എടുത്തു. അല്പനേരത്തെ കത്തേടിക്ക് ശേഷം ഉണ്ണിയും കൂട്ടരും അവിടെ നിന്നിറങ്ങി. വൈകുന്നേരത്തെ സ്ഥിരം പരിപാടിയായിരുന്ന ഗ്രൗണ്ടിലെ ഫുട്ബോൾ കളിയിൽ ഇന്ന് അജുവും സഞ്ജുവും കൂടി ചേർന്നു. കളിയിനിടയിൽ മനുവിനെ കാണാതെ തപ്പി വന്ന ഉണ്ണിയും സഞ്ജുവും കണ്ടത് മതിലിൻ്റെ അപ്പുറത്തേക്ക് തലയിട്ട് നോക്കുന്ന മനുവിനെയാണ്. നീ എന്താടാ അങ്ങോട്ട് നോക്കുന്നേ? വല്ല കുളിസീനും ആണോ? ഉണ്ണിയും സഞ്ജുവും അപ്പുറത്തേക്ക് നോക്കി. എടാ, ഇത് മിന്നുവും വാലുകളും ആണല്ലോ. അവിടെ എന്താ പരിപാടി? മിണ്ടാതിരിക്കടാ ഉണ്ണി, അത് രാഘവേട്ടൻ്റെ മോനാ. എന്തെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു. സഞ്ജു ആണ് ടെൻഷൻ അടിച്ച് നഖം കടിക്കാൻ തുടങ്ങി. എടാ, അവൾക്ക് ഷേക്കാൻഡ് കൊടുക്കുന്നു. നിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഉണ്ണി സഞ്ജുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. കുന്തം. ഇതും പോയി. മനു താഴേക്കിറങ്ങി. ഇവളൊക്കെ കെട്ടിയിട്ട് ഞാൻ കെട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താടാ? എടാ, അവൾ ഷേക്കാൻഡ് കൊടുത്താൽ അയാൾ ഫ്രണ്ടാക്കിയെന്നാണ്. ഇത് ഞാൻ എത്ര കണ്ടതാ. അപ്പോൾ ഇത് സഞ്ജു ഇടയിൽ കയറി. നടക്കത്തില്ലടാ. മനു ഒന്ന് നെടുവീർപ്പിട്ടു. ഓഹ്, ഞാനങ്ങ് പേടിച്ചു പോയി. ഇപ്പോൾ സന്തോഷമായി. സഞ്ജു ചിരിച്ചുകൊണ്ട് നെഞ്ചത്ത് കൈവച്ചു. അതെന്താടാ? എൻ്റെ പെങ്ങളുടെ ഉറപ്പീര് മുടങ്ങിയതിന് നിനക്കൊരു സന്തോഷം? അപ്പോഴാണ് മനു കൂടെയുള്ള കാര്യം സഞ്ജു ഓർത്തത്. അത് ഞാൻ എന്ത്? ഞാനെന്ന് സത്യം പറയടാ. മനു ദേഷ്യപ്പെട്ടു. എനിക്ക് അവളെ ഇഷ്ടമാണ്, സഞ്ജു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഇത് അവൾക്കറിയോ? ആ, അറിയാം. നീ അവളെ പ്രപ്പോസ് ചെയ്തായിരുന്നോ? ഇല്ല, അങ്ങനൊന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെ അറിയാം? എടാ, അത് ഞാൻ പറഞ്ഞുതരാം. ഉണ്ണി ഇടയിൽ കയറി ഫ്ലാഷ് ബാക്ക് അങ്ങ് പറഞ്ഞു കൊടുത്ത്. ഓഹ്, അപ്പോൾ നീയാണ് അവൾ പറഞ്ഞിട്ടുള്ള കുളക്കോഴി. മനു ചിരിച്ചു. എടാ, നിനക്കറിയോ? പിന്നെ അറിയാതെ. അവൾ എല്ലാ കാര്യവും എന്നോട് പറയാറുണ്ട്. ഈ കഥയും പറഞ്ഞിട്ടുണ്ട്. സഞ്ജു നൈസായിട്ടൊരു ചിരി പാസ്സാക്കി കൊടുത്തു. അല്ലേടാ, നീ ഇങ്ങനെ ശല്യപ്പെടുത്തിയിട്ട് അവൾ തിരിച്ചൊന്നും ചെയ്തില്ലേ? ആ, വായിൽ വരുന്നതൊക്കെ പറയാറുണ്ട്. എടാ, അതല്ല, വല്ല അടിയും കിട്ടിയിട്ടുണ്ടോ എന്ന്. ഏയ്, ഇതുവരെ ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അവളുടെ സ്വഭാവത്തിന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൊടുക്കാറുണ്ട്. അല്ല, കൊടുത്തിട്ടുമുണ്ട്, അതാ. ഏയ്, ഇവനെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. സമയമുണ്ടല്ലോ. ഉണ്ണി ചിരിച്ചു. സംതിങ് ബിഷി. എനിക്ക് നീ അളിയനായി വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ വീട്ടിൽ പറയൂ. അതും മതി അളിയാ. ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. എൻ്റെ പുന്നാര അളിയെ ഉമ്മ. സഞ്ജു മനുവിനെ കെട്ടിപ്പിടിച്ചു. മോനെ, എന്നെ പതപ്പിച്ചത് മതി. നീ അവളെ കൊണ്ട് ഇഷ്ടമെന്ന് പറയിക്കാൻ നോക്ക്. അളിയന്മാർ രണ്ടും വാ. കളി പകുതിയായി. അവർ ഗ്രൗണ്ടിലേക്ക് തിരിച്ചു നടന്നു. മനു ആയിരുന്നു മുന്നിൽ. എടാ, ഞാൻ അവളെ തല്ലിയ കാര്യം നീ എന്താ മനുവിനോട് പറയാതിരുന്നേ? മോനെ സഞ്ജു, ഏതെങ്കിലും ആങ്ങള സ്വന്തം പെങ്ങളെ തല്ലിയവനെ വെറുതെ വിടോ? അല്ല പോട്ടെ, നിന്റെ പെങ്ങളെ ആരെങ്കിലും തല്ലിയ നീ എന്തു ചെയ്യും? ഞാൻ അവനെ വെറുതെ വിടോ? അവൻ്റെ ആ കൈ ഞാൻ ഒടിക്കും. ആ, അത് തന്നെ. നിന്റെ കൈക്ക് ഒന്നും പറ്റണ്ടെന്ന് വിചാരിച്ചാ. ഓ എൻ്റെ പൊന്ന്, എന്നോട് എന്ത് സ്നേഹ. ഈ പതപ്പിക്കൽ ഇതുവരെ കഴിഞ്ഞില്ലേ? രണ്ടുപേരും ചിരിച്ചു. എടാ ശ്രീ, അപ്പു എന്തേ? ഓഹ്, അവൾ ഇച്ചായൻ്റെ കൂടെ പുറകിലത്തെ സീറ്റിലുണ്ട്. എടി, എനിക്ക് ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് ശ്രീയെ കെട്ടിപ്പിടിച്ച് അവളുടെ നെഞ്ചിലേക്ക് മിന്നു തലവെച്ച് കിടന്നു. എടി, ഇതൊരു ബസ്സാണ്. എനിക്ക് ഇങ്ങനെ കടന്നാലേ ഉറക്കം വരൂ എന്ന് നിനക്കറിയില്ലേ? ശാപം. അത് നിൻ്റെ മറ്റവൻ. ദേ, അജുവേട്ടനെ പറഞ്ഞാലുണ്ടല്ലോ. ഓഹ്, അത് ഞാൻ ഓർത്തില്ല, സോറി. മിന്നു ചെവിയിൽ ഹെഡ്സെറ്റിന് വെച്ച് കിടന്നു. കുറച്ച് കഴിഞ്ഞതും അവൾ ഉറങ്ങി. അല്പസമയത്തിനു ശേഷം, ദേ സഞ്ജുവേട്ടാ, ഈ പൊസിഷനിൽ നിന്ന് മാറ്റല്ലേ. ഉറക്കത്തിൽ നിന്ന് എണീച്ച ഭദ്രകാളിയാ. പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടായാൽ ദേ ഞാൻ ആജുവേട്ടൻ്റെ കൂടെ ഉണ്ടാകും. വിളിക്കാൻ മറക്കല്ലേ. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വിളിച്ചോളാം. സഞ്ജു മിന്നുവിൻ്റെ അടുത്ത് വന്നിരുന്നു. അവളെ അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി. ഓ, കിടപ്പ് കണ്ട എന്ത് പാവാ.
എങ്ങാനും എണീറ്റാലോ ഭദ്രകാളിയും. എന്നാലും എനിക്കിഷ്ടമാണ്. നിന്റെ കുറുമ്പും ദേഷ്യമൊക്കെ. കുറേ നേരം അവൻ അവളെ നോക്കിയിരുന്നു. പെട്ടെന്ന് മിന്നു അവൻ്റെ ദേഹത്ത് നിന്നും ഞെട്ടി എണീറ്റു. എന്നിട്ട് ഫോൺ എടുത്തു. ദൈവമേ, എണീറ്റ് പോയാലോ? ഇല്ലേ, വേണ്ട. ഇന്ന് ചീവിട് ഭദ്രകാളിയാകും, ഇളകും. പോകുന്നതാ നല്ലത്. അല്ല, ഞാനെന്തിനാ എണീറ്റ് പോന്നേ? അവളല്ലേ എൻ്റെ ദേഹത്ത് കിടന്നേ. വരുന്നത് വരട്ടെ. കുറേ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം സഞ്ജു അവിടെ തന്നെ ഇരുന്നു. ആ, ഹലോ ഏട്ടാ, ഞാൻ ബസ്സിലാണ്, ഉറങ്ങുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഓഹ്, ഈ മനുവിന് വേറെ ഒരു പണിയുമില്ലേ? അവന് ഉറക്കമൊന്നുമില്ലേ മനുഷ്യനെ ടെൻഷനാക്കാനായിട്ട്? സഞ്ജു മനസ്സിൽ മനുവിനെ എന്തൊക്കെയോ സ്മരിച്ചുകൊണ്ടിരുന്നു. ഐ ആം സോറി. ഇതാരാ എന്നോട് സോറിയൊക്കെ പറയുന്നേ? ദൈവമേ, ഇവൾക്കെന്തു പറ്റി? ഏയ്, എനിക്ക് തോന്നിയതായിരിക്കും. എന്താ പറഞ്ഞേ? ഞാൻ തൻ്റെ ദേഹത്താണോ കിടന്നേ? എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ശ്രീയാണെന്ന് വിചാരിച്ച. അല്ലാതെ സോറി കേട്ടോ. ആ, അത് സാരില്ല. ശ്രീ എന്തേ? അവൾക്ക് അജുവിൻ്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാ, അല്ലാതെ തൻ്റെ കൂടെ ഇരിക്കാനൊന്നും അല്ല കേട്ടോ. ഓ, അപ്പോൾ അതാണ് കാര്യം. മിന്നു സ്വയം പറഞ്ഞു. നിങ്ങളുടെ ബൈക്ക് എന്തേ? ബാക്കിയുള്ളവർ എന്തേ? അത് ഞങ്ങളുടെ ബൈക്ക് കേടായി. അതുകൊണ്ട് ഞാനും അജുവും ബസ്സിന് പോന്നു. ചക്കോ ഉണ്ണിയും അവരുടെ ബൈക്കിന് പോയി. ഓ, ഞാൻ വിശ്വസിച്ചു. സഞ്ജു അവളെ ഒന്ന് ഇളിച്ചു കാണിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ മിന്നു അവളുടെ കവിളിൽ കൈവച്ചു. എന്നിട്ട് ദേഷ്യത്തോടെ അവനെ നോക്കി. ഇത് കണ്ടപ്പോൾ അറിയാതെ സഞ്ജുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു. എടാ, ഞാൻ നിന്നെ അടിക്കണമെന്ന് വിചാരിച്ചതല്ല, ആ അവസ്ഥയിൽ പറ്റിപ്പോയതാ. ഇതും പറഞ്ഞ് അവന് അവളുടെ മുഖം അവൻ്റെ കൈകളിലെടുത്തു. മിന്നു ഇതെല്ലാം കണ്ട് സ്തംഭിച്ചിരുന്നു. ഞാൻ നിന്നെ എത്ര നാളായി തപ്പി നടക്കുമായിരുന്നെന്നറിയോ? ഡിസ്ചാർജ് ആയ ശേഷം അമ്മ വീട്ടിൽ നിന്ന് വിട്ടില്ല. അല്ലേ പിറ്റേ ദിവസം ഞാൻ വന്നേനെ. നീ എവിടെയായിരുന്നു? അത് ഞങ്ങൾക്ക് പോസ്റ്റിംഗ് കഴിഞ്ഞായിരുന്നു. മിന്നു ഏതോ ഓർമ്മയിൽ പറഞ്ഞു. ഇനിയും നിന്നെ നഷ്ടപ്പെട്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. നിനക്ക് നല്ലതുപോലെ വേദനിച്ചല്ലേ? സോറിടാ. ഇതും പറഞ്ഞ് അവളുടെ കവിളിൽ ഉമ്മ വച്ചു. ഇനി പെട്ടെന്ന് മാറിക്കോളും. ഇതും പറഞ്ഞവൻ നേരെ ഇരുന്നു. മിന്നുവിൻ്റെ കണ്ണ് രണ്ടും ഇപ്പോൾ പുറത്തു വരുമെന്ന അവസ്ഥയിലായിരുന്നു. അവൾ കവളിൽ കൈയും വെച്ച് അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ട്, എന്താ ഇനിയും വേണോ? വേണ്ട എന്നവൾ മുഖം കൊണ്ട് കാണിച്ചു. പെട്ടെന്ന് തന്നെ എന്തോ ഓർത്ത പോലെ ബാഗിൽ നിന്നും ഷോൾ എടുത്ത് തലവഴി മൂടി. സേഫ്റ്റി ഫസ്റ്റ്. അതും പറഞ്ഞവനെ നോക്കി. സഞ്ജുവാണേൽ ഇവളുടെ പ്രവൃത്തി കണ്ട് ചിരി കടിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നു. മിന്നു വിൻഡോയുടെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. അറിയാതെ അവളുടെ മുഖത്തും ചിരി വിടർന്നു. ബാംഗ്ലൂർ ബസ് എത്തിയതും സഞ്ജുവിനെ നോക്കാതെ മിന്നു ആദ്യം ഇറങ്ങി. എല്ലാവരും കൂടെ ബസ് സ്റ്റോപ്പിൽ കൂടി. മിന്നു, നിന്നെ പനിക്കുന്നുണ്ടോ? എന്താ ഷോളൊക്കെ പൊതിച്ച്? അപ്പോൾ അവളുടെ നെറ്റിയിൽ കൈവച്ചു. ഏയ്, പനിയൊന്നുമില്ല. ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്തപ്പോൾ തണുത്തു, അതാ. നീ ഉറങ്ങിയില്ലേടി? അപ്പോൾ ശ്രീ ഇടയിൽ കയറിയതും മിന്നു അവളെ കണ്ണുരുട്ടി നോക്കി. എന്നിട്ട് സഞ്ജുവിനെയും ശ്രീ പയ്യെ അജുവിൻ്റെ പുറകിലോട്ട് നീങ്ങി ചിരിച്ചു കാണിച്ചു. അപ്പോൾ 2 ബൈക്ക് അവരുടെ അടുത്ത് വന്നു നിന്നു. ഉണ്ണിയും ചക്കുമായിരുന്നു അത്. പോകാം. ഉണ്ണി ചങ്കുകളെ നോക്കി. അപ്പോൾ താനല്ലേടോ പറഞ്ഞ ബൈക്ക് കേടാണെന്ന്? ഏത് ബൈക്ക് കേടെന്ന്? ചക്കു ഇടയിൽ കയറി. ആ, അതോ, ബൈക്ക് കേടായിരുന്നു. ഈ ചക്കു നന്നാക്കി അല്ലടാ. സഞ്ജു അവൻ്റെ ചെവിയോരം പോയി. പൊട്ടി കൂടെ നിൽക്കടാ. ആ മിന്നു, ബൈക്ക് കേടായി. അപ്പോൾ ഞങ്ങൾ സഞ്ജുവിനെയും അജുവിനെയും ബസ് വിട്ടു. എന്നിട്ട് ഞാൻ ഉണ്ണിയും ബൈക്ക് നന്നാക്കി. എന്നിട്ടാ പോണേ അല്ലേടാ ഉണ്ണി? പൂർത്തിയായി. സഞ്ജു ദീർഘശ്വാസം വിട്ടു. എന്നിട്ട് എത്ര പെട്ടെന്ന് എത്തിയോ? മിന്നു പിന്നെയും കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങി. നിനക്കെന്താ മിന്നു? ഇപ്പം ഞങ്ങൾ ബസ്സിന് വന്നതിനാണോ കുഴപ്പം? അതോ ഞാൻ നിൻ്റെ അടുത്ത് വന്നിരുന്നതിനോ? എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എന്നാൽ ഇവരോട് പറ. സഞ്ജു കള്ളച്ചിരിയോടെ അവളോട് ചോദിച്ചു. എനിക്കെന്ത് പറ്റാൻ? എനിക്കൊന്നും പറ്റിയില്ല. പട്ടി, ഞാൻ എന്തായാലും ഉമ്മ വെച്ച കാര്യം പറയത്തില്ല. പറഞ്ഞാ എൻ്റെ ഇമേജ് പോകും. അതറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചോദിച്ചതാ, പോരട്ട തെണ്ടി. മിന്നു സ്വയം പറഞ്ഞു. മനസ്സിൽ പറ്റുന്നത് പോലെ അവനെ സ്മരിച്ചു. ഇത് മനസ്സിലായ സഞ്ജു അവളെ നോക്കി ഇളിച്ചു കാണിച്ചു. എന്നാൽ നമുക്ക് വിട്ടാലോ? സമയം 5 രാവിലെ ഡ്യൂട്ടിക്ക് കയറാനുള്ളതല്ലേ എല്ലാത്തിനും. ആദ്യം തന്നെ മിന്നുവും ഗ്യാങ്ങും ഒരു ഓട്ടോ വിളിച്ചു പോയി. കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞിട്ടും ത്രിമൂർത്തികൾ സമ്മതിച്ചില്ല. പിന്നെ അച്ചായൻ പോണ സങ്കടത്തിൽ അപ്പോൾ വളരെ സൈലൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അച്ചായനും ഉണ്ണിയും കൂടെ പോയി. മിന്നു, ഇന്നില്ലേടി അജുവേട്ടൻ എനിക്ക് കിസ് തന്നെടി. ശ്രീ നഖം കടിച്ചുകൊണ്ട് സോഫയിലിരുന്ന് പറഞ്ഞു. ആണോ? എനിക്കും. അപ്പവും പറഞ്ഞു. ഓ, അത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ നിൻ്റേത്? ഇത് ഫസ്റ്റ് കിസ്സാണ് മോളെ. മിന്നു ശ്രീയെ നോക്കി പറഞ്ഞു. പിന്നെ? മിന്നു ഫോൺ നോക്കി ചോദിച്ചു. പിന്നെ എന്താടി? ഞങ്ങൾ കുറേ നേരം കത്തിയടിച്ചു. അല്ല, അവിടെ എന്തായിരുന്നു? വല്ല കിസ്സും തന്നോ സഞ്ജുവേട്ടൻ?
ഇത് കേട്ടതും മിന്നുവിൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. കിസ്സോ? എനിക്കോ? അതിന് അങ്ങേര് ഇച്ചിരി പുളിക്കും. അതിന് നിങ്ങളെപ്പോലെ ലവേഴ്സൊന്നും അല്ല ഞങ്ങൾ. ഓ വലിയ കാര്യം. പുള്ളിക്ക് നിന്നെ വലിയ ജീവനാ. നീ അല്ലേ അമ്പിനും വില്ലിനും കൊടുക്കാത്തേ? അപ്പോൾ അവളെ രൂക്ഷമായി നോക്കി. ഓ അല്ലേലും ആ കുളക്കോഴി ആരേലും പ്രേമിക്കുമോ? എന്താടി അങ്ങേർക്ക് കുഴപ്പം? നല്ല ലുക്കൻ, സ്മാർട്ട്, നല്ല ഡീസൻ്റ് സ്വഭാവം. ഏത് പെണ്ണിനാണേലും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടും. ശ്രീ ദേഷ്യപ്പെട്ടു. ഇനി ഇവിടെ നിന്നാ പണിയാകുമെന്ന് മനസ്സിലായി മിന്നു. ഓ നിങ്ങളൊക്കെ പുള്ളിയുടെ സൈഡല്ലേ, ഞാൻ പോവുക എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. ഇവരോട് നടന്നതൊക്കെ പറഞ്ഞാൽ എന്നെ നാണം കെടുത്ത് ഭിത്തിയിലൊട്ടിക്കും. അതിലും ഭേദം പറയാതിരിക്കുന്നതാ. എന്നാലും എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്നെ അങ്ങേര് ഉമ്മ വച്ചേ? മിന്നുവിൻ്റെ കൈ അറിയാതെ ആ കവിളിലേക്ക് നീങ്ങി. ചുണ്ടിൽ ചെറിയ ചിരിയും വിടർന്നു. നീ എന്താ മിന്നു തിരിച്ചൊരെണ്ണം കൊടുക്കാതിരുന്നേ? നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? സഞ്ജയ് ഏട്ടൻ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്നിൽ എന്തോ മാറ്റമുണ്ട്. അനങ്ങാൻ കൂടി പറ്റില്ല. പ്രത്യേകിച്ച് ആ കണ്ണുകൾക്ക് എന്തോ എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഇതാണോ പ്രേമം? പാടില്ല മിന്നു, പാടില്ല. ആരോട് തോന്നിയാലും സഞ്ജു ഏട്ടനോട് തോന്നാൻ പാടില്ല. അത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. മിന്നു എന്തൊക്കെയോ ചിന്തിച്ച് ദൂരേക്ക് നോക്കി നിന്നു. നീ ഡ്യൂട്ടിക്ക് വരുന്നില്ലേ പെണ്ണേ? വന്ന് റെഡിയാക്ക്. അപ്പോൾ അടുക്കളയിൽ നിന്ന് വിളിച്ചു. ദാ വന്നു. പിന്നെ സ്ഥിരം കലാപരിപാടികളിലൂടെ അവർ ഡ്യൂട്ടിക്ക് പോയി. ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ വീക്കെൻഡിലും ഒന്നുകിൽ ത്രിമൂർത്തികളുടെ അടുത്ത് അല്ലെങ്കിൽ ഉണ്ണിയുടെ അടുത്ത് കൂടൽ പതിവായി. അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അങ്ങ് സ്ട്രോങ് ആവുകയും ചെയ്തു. തേജസും മിന്നുവും തമ്മിലുള്ള ഉടക്ക് ഒക്കെ മാറി ഇപ്പോൾ നല്ല കട്ട ചങ്കുകളായി. രോഹത്തിനെ സോപ്പിടാതെ മിന്നുവിനോട് എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതും അവൻ്റെ ഫേവറേറ്റ് ആവറേജസിൻ്റെ കൂടെ ടോയ്സും വാങ്ങി മിന്നു അറിയാതെ അവനെ സോപ്പിട്ട് ചാക്കിലാക്കി. ഇപ്പോൾ സഞ്ജുവും രോഹിത്തും ഒറ്റക്കെട്ടാണ്. മിന്നുവാണേ താൻ അറിയാതെ സഞ്ജുവിൻ്റെ അടുത്തേക്ക് പാറിപ്പോകുന്ന മനസ്സിനെ കഷ്ടപ്പെട്ട് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇന്നിപ്പോൾ എല്ലാം കൂടെ ത്രിമൂർത്തികളുടെ അടുത്ത് ചേർന്നിട്ടുണ്ടാവും. അവിടെ ഒരു ബഹളമാണ്. എല്ലാം കൂടെ ചേർന്ന വാ നോക്കാം എന്താന്ന്. വീട്ടിൽ മൊത്തം അരിച്ചു പെറുക്കിയിട്ടും രോഹിത്തിനെ കാണാത്തതുകൊണ്ട് ബാൽക്കണിയിലേക്ക് വന്നതാണ് മിന്നു. എനിക്ക് തോന്നി നീ ഇങ്ങരുടെ കൂടെ ഉണ്ടാകുമെന്ന്. ആ മിന്നൂസ് വന്നോ? വാ ഇവിടെ ഇരിക്കുക. സഞ്ജുവിൻ്റെ മടിയിലിരുന്ന് തൊട്ടടുത്തുള്ള ചെയർ കാണിച്ച് രോഹി വിളിച്ചു. അല്ലേലും നിനക്കിപ്പോൾ എന്നെ ഒന്നും വേണ്ടല്ലോ, ഞാൻ പോവാ. ഇതും പറഞ്ഞ് മിന്നു തിരിഞ്ഞു. രോഹി ഓടിച്ചെന്ന് അവളുടെ കൈ പിടിച്ച് അവളെ കസേരയിലിരുത്തി. എന്നിട്ട് മടിയിൽ കയറിയിരുന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പക്ഷേ എൻ്റെ മിന്നൂസ് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ആരുള്ളൂ. എടാ അപ്പോൾ ഞാനോ? സഞ്ജു അവനെ നോക്കി. സഞ്ജു ഏട്ടാ എൻ്റെ മുത്തല്ലേ? കൊള്ളാം, നീ ജീവിക്കാൻ പഠിച്ചവനാടാ. മിന്നുവിന് അവൻ്റെ പറച്ചിൽ കേട്ട് ചിരി വന്നെങ്കിലും രോഹിയോട് തെറ്റിയിരിക്കുന്നത് കൊണ്ട് പുറത്ത് കാണിച്ചില്ല. മിന്നൂസേ പിണക്കം മാറിയില്ലേ? രോഹി സങ്കടത്തോടെ അവളെ നോക്കി. ദേ ഇവിടെ ഒരു ഉമ്മ തന്നാൽ മിണ്ടാം. മിന്നു അവളുടെ കവിളിൽ രോഹിയെ കാണിച്ചു. ഞാൻ തന്നാൽ മതിയോ? സഞ്ജു കള്ള ചിരിയോടെ അവളെ നോക്കി. മിന്നു രൂക്ഷമായി അവനെ നോക്കിയതും വേണ്ടേ വേണ്ട, സഞ്ജു ആരോടുന്നില്ലാതെ പറഞ്ഞു. രോഹി കെട്ടിപ്പിടിച്ച് മിന്നുവിന് ഉമ്മ കൊടുത്ത് മിന്നു തിരിച്ചു. ഓ എന്നാടോ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടുക? ദേ രോഹി, നിന്റെ ചേട്ടനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ? ഇല്ല ഞാൻ പോവാം. മിന്നൂസേ പോവല്ലേ? സഞ്ജു ഏട്ടാ മിണ്ടായിരിക്കേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മിന്നുവിനോട്. ഓംബ്ര അടി ഒന്നും പറയുന്നില്ലേ? സഞ്ജു കൈകൂപ്പി. മിന്നു ഇന്നലെയില്ലേ ഞാൻ സ്വപ്നം കണ്ടു. അപ്പേ അമ്മേ. ആണോടാ ചക്കരെ? എന്നിട്ട് എന്തു പറഞ്ഞു? മിന്നു അവനെ ചേർത്ത് പിടിച്ചു. അപ്പേ അമ്മയും എന്നോട് കുറേ സംസാരിച്ചു. അവർ പറയുക അവർക്ക് അവിടുന്ന് വരാൻ പറ്റില്ല എന്ന്. അത് സാരല്ലടാ, നിനക്ക് ഞാനില്ലേ? മിന്നു അവനെ തലോടി. അതും അവർ പറഞ്ഞു എനിക്ക് ഒരച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യം അവർക്ക് നൽകാൻ പറ്റില്ല എന്ന്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം നിങ്ങൾ രണ്ടുപേരുമാണ്. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചാൽ എനിക്ക് നിങ്ങളെ അപ്പയും അമ്മയും പോലെ കാണാമല്ലോ. നിങ്ങൾ കല്യാണം കഴിക്കോ? രോഹി സഞ്ജുവിനെയും മിന്നുവിനെയും മാറി മാറി നോക്കി. ഇത് കേട്ടതും സഞ്ജുവിൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. എടാ നീ അല്ലേടാ ഇത്രയും നാൾ ഞാൻ നിൻ്റെ ലവറാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. എന്നിട്ടിപ്പോൾ മിന്നൂസേ ഞാനും മിന്നുവായിട്ട് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. ഞാൻ വലുതായി വരുമ്പോഴത്തേക്കും മിന്നുവിനെ വയസ്സായാവില്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരുമിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷം അതെനിക്ക് എന്നും വേണം. മിന്നു പ്ലീസ് ഡാ. സഞ്ജുവേട്ടാ പ്ലീസ്. ഞാൻ റെഡിയാ, നീ നിൻ്റെ മിന്നുവിനോട് ചോദിക്ക്. സഞ്ജു വേറെ എങ്ങോട്ടോ കണ്ണടിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോയേ രോഹി, നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ? ഇത് ഇങ്ങേരെ നിന്നെ കൊണ്ട് പറയിച്ചതല്ലേ? പിന്നെ എനിക്ക് അവനെ കൊണ്ട് പറയിപ്പിക്കില്ലല്ലേ പണി. ഒന്ന് പോയേ. അല്ല മിന്നു, സത്യമായിട്ടും അപ്പയും അമ്മയും പറഞ്ഞതാ, ഞാൻ അവരെ വെച്ച് നുണ പറയോ?
എടാ നിനക്ക് ഇതിന് മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ആരെങ്കിലും കണ്ടില്ലേ? സഞ്ജുവേട്ടന് എന്താ കുഴപ്പം? രോഹി മിന്നുവിനെ നോക്കി. ഒന്ന് പോയേ രോഹി, ഇതൊന്നും ശരിയാവില്ല. രോഹി നിനക്ക് ചോക്ലേറ്റ് വേണ്ടേ? ഹാളിലേക്ക് വാ. ദാ വരുന്ന അപ്പൂസേ. ഇതും പറഞ്ഞ് മിന്നുവിൻ്റെ മടിയിൽ നിന്ന് രോഹി എണീറ്റോടി. പുറകെ ഓടാൻ പോയ മിന്നുവിനെ സഞ്ജു വലിച്ച് ഭിത്തിയോട് ചേർത്തു. എന്നിട്ട് അവൻ്റെ കൈകൾ രണ്ടും അവൾക്ക് അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഭിത്തിയോട് ചേർത്ത് വെച്ച് അവളോട് ചേർന്ന് നിന്നു. മിന്നു ആണേൽ പേടിച്ച് കണ്ണ് രണ്ടും ഇറുക്കി അടച്ചു. എന്താടി എനിക്ക് കുഴപ്പം? ഞാൻ നിന്നെ കെട്ടിയാൽ എന്താന്ന്? അത് ശരിയാവില്ല. അതെന്താ എന്നാ ഞാൻ ചോദിച്ചേ. സഞ്ജുവിന് അവളുടെ പേടിച്ചറിൻ്റെ മുഖം കണ്ടിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. എന്നെ വിട്ടെ, എനിക്ക് പോകണം. നീ പൊയ്ക്കോ. ഇതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് ഞാൻ വിടാം. ദേ ഇത് ബാൽക്കണി ആയതുകൊണ്ട് ഞാൻ തള്ളാതെ നിൽക്കുന്നേ. ഞാൻ തള്ളിയിട്ട് നിങ്ങളങ്ങനെ താഴെ പോയാൽ എന്നെക്കൊണ്ട് വയ്യ ജയിലിൽ കിടക്കാൻ. അതുകൊണ്ട് എന്നെ വിട്ടെ, ഞാൻ പോട്ടെ. ആദ്യം നീ കണ്ണുറക്ക്, എന്നിട്ട് മതി ഈ വീമ്പ് പറച്ചിലൊക്കെ. സഞ്ജു ചിരിച്ചു. കൊന്നാലും ഞാൻ കണ്ണുറക്കില്ല മോനെ. എൻ്റെ കണ്ണ് കണ്ട എൻ്റെ ബോധമല്ല ഏതോ വഴി പോകും, മിന്നു സ്വയം പറഞ്ഞു. ഇത് ഓർത്തു നിന്ന മിന്നുവിൻ്റെ കണ്ണുകളിലേക്ക് സഞ്ജു മെല്ലെ ഊതി. അറിയാതെ മിന്നു കണ്ണു തുറന്നുപോയി. അവൾ പയ്യെ കണ്ണ് ചിമ്മി നോക്കിയതും ആദ്യം കണ്ടത് സഞ്ജുവിൻ്റെ കടുങ്കാപ്പി കണ്ണുകളെയാണ്. ആ വലയത്തിൽ നിന്നും പിന്നെ കണ്ണെടുക്കാൻ അവൾക്ക് സാധിച്ചില്ല. സഞ്ജുവും അവളും തമ്മിൽ ദൂരം കുറയുന്നത് മിന്നു അറിയുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും അനങ്ങാൻ പോയിട്ട് നാവനക്കാൻ കൂടി പറ്റിയില്ല. കൊന്നാലും ഞാൻ കണ്ണുറക്കില്ല മോനെ. നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണോ? രോഹി ഓടി അങ്ങോട്ടേക്ക് വന്നതും മിന്നു പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു. സഞ്ജു പെട്ടെന്ന് അവളുടെ അടുത്ത് നിന്ന് മാറി. ആ സമയം കൊണ്ട് അവൾ അകത്തേക്ക് ഓടി. അത് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് സഞ്ജു രോഹിയുടെ കയ്യിൽ നിന്നും ചോക്ലേറ്റ് വാങ്ങി വായിലിട്ടു. അവൾ നേരെ അടുക്കളയിലേക്ക് ഓടി. നീ എവിടെയായിരുന്നു മിന്നു? ഞാൻ ബാൽക്കണിയിലുണ്ടായിരുന്നു. നീ എന്താ വേർതിരിക്കുന്നേ? ശ്രീ അവളുടെ അടുത്ത് വന്നു. അതവിടെ ഫാൻ ഇല്ലല്ലോ, അതാ. അവിടെ നടന്നു നോക്കി. എങ്ങനെയാ ഇവരോട് പറയാ? എനിക്ക് എന്താ പറ്റിയേ? നീ എന്താ ഇങ്ങനെ? അവൾ എന്തോ ഓർത്ത് തലക്കിട്ട് കൊട്ടി. നീ എന്താടി ആലോചിക്കുന്നേ? പാത്രം കഴുകുന്നതിനോ? അതൊക്കെ ഞാൻ കഴുകി. നീ വാ, നമുക്ക് അവിടെ പോയി കത്തിയടിക്കാം. ശ്രീ അവളെ വിളിച്ച് ഹാളിലേക്ക് പോയി. എല്ലാവരും അവിടെ നേരത്തെ പ്രസൻ്റ് ആയിരുന്നു. മിന്നുവിനെന്തോ സഞ്ജുവിനെ നോക്കാൻ മടി തോന്നി. പക്ഷേ അവളുടെ എക്സ്പ്രഷനെല്ലാം സഞ്ജു ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവൾ നേരെ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് പോയിരുന്നു. അല്ല രോഹി എവിടെ? മിന്നു സഞ്ജുവിനെ നോക്കി. അവൻ പോയി, അവന് നല്ല ഉറക്കം വന്നുണ്ടായിരുന്നു. സഞ്ജു അവളെ നോക്കാതെ പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ കത്തിയടി തുടങ്ങി. അതിനിടയിൽ അജു, നാളെ നമുക്കെല്ലാവർക്കും ഓഫല്ലേ? എല്ലാവർക്കും കൂടെ ഫിലിം കാണാൻ പോയാലോ? ഒരു അടിപൊളി ഹൊറർ ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. ആ പോകാം, ഞാൻ റെഡി. ചക്കുവും സഞ്ജുവും സമ്മതിച്ചു. ഒന്ന് പോയേ, വേറെ വല്ല ഫിലിമും വേണേ കാണാം പോവാം. ഹൊറർ വേണ്ട, എൻ്റെ പെങ്ങൾക്ക് തീരെ പേടിയില്ല. അതാണ്. ഇതും പറഞ്ഞ് ഉണ്ണി മിന്നുവിൻ്റെ തോളിൽ കൈയിട്ടു. അവൾ ആ കൈ തട്ടി മാറ്റി. ദേ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ, ഞാൻ സ്ട്രോങ് ആണ്. നിൻ്റെ സ്ട്രോങ്ങിൻ്റെ കാര്യം എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. രാത്രി ടോയ്ലറ്റിൽ പോണേ ഞാനോ ശ്രീയോ വേണം. രാത്രി ഒറ്റയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ ഹാളിൽ പോകാത്തവളാ. പിന്നല്ലാതെ പ്രേതപ്പടത്തിൻ്റെ ട്രെയിലർ കണ്ട പേടിക്കുന്ന നീയാ ഫിലിം കാണാൻ പോകുന്നേ. മിണ്ടാതെ ഇരുന്നു. ശ്രീയും വിലക്കി. പണ്ടുണ്ടല്ലോ. ദേ പണ്ടത്തെ കാര്യമൊന്നും ഇവിടെ പറയണ്ട. നീ പറയടാ. അവൾ അങ്ങനെ പലതും പറയും. സഞ്ജു ചക്കുവിന് നേരെ തിരിഞ്ഞു. ഞങ്ങൾ പിള്ളേരെ സെറ്റെല്ലാം കളിയും കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഉച്ചയ്ക്കിതാ ആകാശഗംഗ. എല്ലാവരും കൂടെ അതിരുന്ന് കണ്ടു. സിനിമ പകുതിയായപ്പോൾ പട്ടി മൂങ്ങുന്ന പോലെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ വീട്ടിൽ പോകാം പേടിയാണെന്ന് പറഞ്ഞ് മനുവിനെ കെട്ടിപ്പിടിച്ച് മോങ്ങുക. ദേ ഈ സാധനം. അതൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം. വീട്ടിൽ ചെന്നിട്ടോ രാത്രി മേരിയമ്മയെ ഉറക്കിയിട്ടില്ല. രാവിലെ മനു കളിക്കാൻ വന്നപ്പോൾ മിന്നുമില്ല. എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറയുക പനിയാന്ന്. അത് എനിക്ക് മഴ നനഞ്ഞ് കളിച്ചിട്ടാ പഞ്ച്, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല. ഉണ്ണി അവിടെ തലക്കിട്ട് കൊട്ടി. അത് ഞാൻ ചെറുതായിരുന്നപ്പോൾ അല്ലേ? അത് ശരിയാ. അന്ന് നിനക്ക് ഏകദേശം എത്ര വയസ്സുണ്ടായിരുന്നു? ഞാൻ 8-ലായിരുന്നെന്ന് തോന്നുന്നു. വളരെ ചെറിയ കുട്ടിയല്ലേ ശ്രീ? അജു കളിയാക്കി. അതെ ശ്രീയും കൂടി. ദേ അതൊക്കെ പണ്ടത്തെ കഥ അല്ലേ, എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല. ദേ മിന്നു, എന്നിട്ട് രാത്രി ഇവിടെ കിടന്ന് മോങ്ങരുത്. ശ്രീ താക്കീത് നൽകി. ഇല്ലെന്നേ, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നീ ബെറ്റ് വയ്ക്കാനുണ്ടോ? ഉണ്ണി അവളുടെ നേരെ കൈ കാണിച്ചു. ആ ബെറ്റ് വയ്ക്കാം. എന്തിനാ ബെറ്റ് വയ്ക്കുക? ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഫിലിം കണ്ട എനിക്ക് ഒരു ഫാലൂടെ വാങ്ങി തരുമോ? ഓ അത് ഞാൻ ഏറ്റു. ഉണ്ണി സമ്മതിച്ചു. അപ്പോൾ നാളെ നമ്മൾ പൊളിക്കും. നാളെ ഇങ്ങനെ തന്നെ പറയണം. മിന്നു ചക്കുവിനെ നോക്കി കൊഞ്ഞണം കുത്തി. അജു ശ്രീ വിളിച്ചതിന് പിറകെ അവരെ തപ്പി ഇറങ്ങിയതായിരുന്നു. ഡാ നിങ്ങളെവിടാ? ഞാൻ തിയേറ്ററിൻ്റെ മുന്നിലുണ്ട്. ദേ ഞങ്ങളിവിടെ ഉണ്ട്. ശ്രീ കൈപൊക്കി കാണിച്ചു. ബെസ്റ്റ്. എന്നെ ഈ ലേഡീസ് ടോയ്ലറ്റിൻ്റെ മുന്നിലോട്ട് വിളിച്ച് തല്ല് കൊള്ളിക്കാനാണോ? അതോ ഒറ്റയ്ക്ക് ടോയ്ലറ്റ് പോകണമെന്ന്? ആരാ? മിന്നു ആണോ?
ഇപ്പോൾ പോണതാ നല്ലത്, അല്ലേ മുള്ളിപ്പോയി നാറ്റിക്കും. എല്ലാവരും ചിരിച്ചു. ഒരു കാര്യം ചെയ്യാം, നിങ്ങളകത്തേക്ക് പൊയ്ക്കോ, അവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ മിന്നുവിനെയും കൂട്ടി വരാം. അപ്പവും ശ്രീയും അകത്തേക്ക് പോയി. അജു ടോയ്ലറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിന്ന് വെറുതെ അടി വാങ്ങണ്ടല്ലോ. ദേ നോക്ക്, 2 സീറ്റ് മുന്നിലാണ്, അടുത്ത് കിട്ടിയില്ല. എന്താ ചെയ്യുക? ഉണ്ണി ടിക്കറ്റിലേക്ക് നോക്കി. അത് നമുക്ക് അജുവിനും ശ്രീക്കും കൊടുക്കാം. ചക്കു ചിരിച്ചു. നിങ്ങൾക്ക് വിരോധമില്ലേ ഞാനും മിന്നു ഇരിക്കാം? എന്താ? എന്നിട്ട് വേണം ഈ തിയേറ്റർ പൊളിക്കാൻ. അതൊന്നും വേണ്ട. ചക്കു സമ്മതിച്ചില്ല. അല്ലേടാ, ഇവനും മിന്നു ഇരിക്കട്ടെ, അങ്ങനെയും ഇവൻ്റെ പ്രേമം വർക്കാവണേലേ ആവട്ടെ. ഉണ്ണി ശരി. അങ്ങനെ ഉണ്ണിയുടെയും ചക്കുവിൻ്റെ ഇടയ്ക്ക് അപ്പുവും ചക്കുവിൻ്റെ അപ്പുറത്ത് ശ്രീയും സീറ്റ് ഉറപ്പിച്ചു. സഞ്ജു 3 റോ താഴെയായിരുന്നു ഇരുന്നത്. അജുവും മിന്നുവും കൂടെ പോപ്കോണുമായി കത്തിയടിച്ച് ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു. ഇതെന്താ, ഒരു സീറ്റേ ഉള്ളോ? അപ്പോൾ അജുവേട്ടൻ എവിടെ ഇരിക്കും? ഞാൻ ദേ ഈ സീറ്റിൽ. അതും പറഞ്ഞ് അജു ശ്രീയുടെ അടുത്തിരുന്നു. നീ ദേ താഴെ സഞ്ജുവിൻ്റെ അടുത്ത് പോയിരിക്കേ, അവിടെയുള്ളൂ സീറ്റ്. ചക്കു അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു. ഇല്ല, ഞാൻ അങ്ങയുടെ കൂടെ ഇരിക്കൂല. അജു ഏട്ടൻ പോയിക്കോ. ഞാൻ പോകൂല, എനിക്കെൻ്റെ പെണ്ണിൻ്റെ കൂടെ ഇരുന്ന് ഫിലിം കാണണം. അജു വിട്ടുകൊടുത്തില്ല. ശ്രീയും കണ്ണുകൊണ്ട് പ്ലീസ് ടാ എന്ന് കാണിച്ചു. എന്നാ ചക്കുവേട്ടൻ ചെല്ലങ്ങോട്ട്. ഒന്ന് പോയേ, ഞാൻ സെൻട്രൽ നിന്ന് മാറില്ല. ഇത് ഹൊറർ ഫിലിമാണ്. നീയൊന്ന് പോയിരുന്നേ മിന്നു. ദേ ഫിലിം എപ്പോൾ തുടങ്ങും? മുമ്പിൽ കുറ്റ പോലെ നിന്നാ കാണാൻ പറ്റൂല. ഞാൻ പോകൂല ഉണ്ണേട്ടാ. അതെന്താ, അവൻ നിന്നെ പിടിച്ച് തിന്നോ? ഇല്ല, എന്നാലും ഞാൻ പോകൂല. എന്തായാലും ഞങ്ങൾ ആരും ഇവിടുന്ന് മാറില്ല. അല്ലേ നീ ഫിലിം കാണണ്ട, പുറത്ത് പോയിരുന്നോ? മിന്നു ദേഷ്യം പിടിച്ച് ചവിട്ടിത്തുള്ളി സഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയി. എല്ലാവരും അവളുടെ പോക്ക് കണ്ട് ചിരിച്ചു. മിന്നു വന്ന് സഞ്ജുവിൻ്റെ അടുത്ത് വന്നിരുന്നു. അവൻ അവളെ നോക്കി ചിരിച്ചു. വലിയ ചിരിയൊന്നും വേണ്ട, ഇതെല്ലാം നിങ്ങളുടെ പണിയാണെന്ന് എനിക്കറിയാം. അതെല്ലോ. അവനും വിട്ടുകൊടുത്തില്ല. ഇന്നലത്തെ പോലെ എന്തേലും പരിപാടിയായിട്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ചെരുപ്പൂരി അടിക്കും, പറഞ്ഞില്ലാന്ന് വേണ്ട. ഇന്നലത്തെ ഏത് പരിപാടി? എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. തനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താന്ന് പറ. അത് സഞ്ജു ഏറ്റുപിടിച്ചു. അതെന്നെ ഓർമ്മിപ്പിക്കലേ, എനിക്ക് തലവേദന എടുക്കും. ഞാനേ ഇവിടെ ഫിലിം കാണാനാണ് വന്നേ, അല്ലാതെ നിന്നെ കാണാനല്ല. ഇതിലെ പ്രേതം നിൻ്റെ അത്രയും വരില്ലേലും കുഴപ്പമില്ല, ഞാനത് കണ്ടോളാം. അങ്ങോട്ടേക്ക് നോക്കുക പോലുമില്ല. പോരെ? അത് മതി. അപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് ഞാനും പ്രേതമാണെന്നാണോ? അതെന്തേലും ആവട്ടെ, ഇങ്ങോട്ട് നോക്കിയിരുന്നാൽ മതി. പിന്നെ ഒരു കാര്യം. എന്താ? ഫിലിം തുടങ്ങി നീ എന്നെ ഒന്ന് കാണാൻ സമ്മതിക്കുമോ? ഈ പോപ്കോൺ എനിക്ക് അജുവേട്ടൻ വാങ്ങി തന്നതാ. ഇതിൽ തൊട്ടാൽ ഞാൻ കൈ വെട്ടും. ഓ, എനിക്കൊന്നും വേണ്ട എൻ്റെ പൊന്നേ. സഞ്ജു കൈ കൂപ്പി. എന്നാ ഓക്കെ. മിന്നു പോപ്കോണും തിന്ന് ഫിലിം കാണാൻ തുടങ്ങി. ഫിലിം കണ്ട കുറച്ച് നേരം കഴിഞ്ഞതും സഞ്ജുവിന് കാലിലെന്തോ ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി. അവൻ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് നോക്കുമ്പോൾ മിന്നു അവൻ്റെ മടിയിലിരിപ്പുണ്ട്. നീ എന്താ എവിടെ? സഞ്ജുവേട്ടാ, എനിക്ക് പേടിയാവുക. ബെസ്റ്റ്, നീയല്ലേ ഇന്നലെ വലിയ വീരവാദം പറഞ്ഞേ, സ്ട്രോങ് ആണെന്ന്. എന്നിട്ട് എന്തു പറ്റി? അത് ഞാൻ അവരുടെ മുന്നിൽ ആളാവാൻ പറഞ്ഞതാ. എനിക്ക് പ്രേതപ്പെടാന്ന് കേൾക്കുന്നതേ പേടിയാ, സത്യമായിട്ടും. എന്നാ വാ, പുറത്തു പോകാം. അയ്യോ, അത് വേണ്ട. അപ്പോൾ അവർ വരും പുറകെ, ഫിലിം കാണാൻ പറ്റൂല. അതുമല്ല, അവരെന്നെ കളിയാക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്, ഉറങ്ങിക്കോ. എനിക്ക് സീറ്റിലിരുന്ന് ഉറങ്ങാൻ പേടിയാ. എന്നാ ഒരു കാര്യം ചെയ്, നീ ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോ. അത് സഞ്ജുവേട്ടന് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. മിനു പെട്ടെന്ന് തന്നെ സഞ്ജുവിൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചു. ദൈവമേ, ഇവളെൻ്റെ കൺട്രോൾ കളയോ? ആഹാ, കൈയൊക്കെ നല്ലോണം വിറയ്ക്കുന്നുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാന്ന്. ഞാൻ ഓർക്കുന്നു. നോക്കാതെ എൻ്റെ പുറത്ത് കൊട്ടിത്താ. അതെന്തിനാ? എനിക്ക് പേടി വന്നാൽ കൊട്ടിത്തന്നാലേ ഉറക്കം വരൂ. ഏത് നേരത്താണോ ഇവിടെ ഇരിക്കാൻ തോന്നി. നീ എന്താ ഇപ്പോൾ ജനിച്ചു വീണതേ ഉള്ളാ? ഇതിലും ഭേദം രോഹിയെ കൊണ്ടുവരുന്നതായിരുന്നു. ഒന്ന് കൊട്ടിത്തരുമോ പ്ലീസ്? സഞ്ജു ചിരിച്ചുകൊണ്ട് പയ്യെ കൊട്ടുകൊടുത്തു. അവൾ ഉറങ്ങിയെന്ന് തോന്നിയതും അവൻ അവളുടെ കൈകളെടുത്ത് അവൻ്റെ കൈയോട് ചേർത്ത് വെച്ചു. എന്നാണോ നിന്റെ സമ്മതത്തോടെ ഞാൻ ഈ കൈ പിടിക്കുക? വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങൾ, താൻ എന്നൊക്കെ. എപ്പോഴോ സഞ്ജുവേട്ടാന്ന് എന്ത് മയത്തിലാണ് വിളിച്ചേ? അവൻ എന്തൊക്കെയോ ഓർത്ത് ചിരിച്ചു. പിന്നെ ഇടത്തെ കൈകൊണ്ട് അവളെ വീണു പോകത്തെ ചുറ്റിപ്പിടിച്ചു. വലത് കൈകൊണ്ട് തലയിൽ തലോടിക്കൊടുത്തു. ഡി എണീക്കടി, ഫിലിം ഇപ്പോൾ കഴിയും. എവിടെ? മിന്നു ഉണ്ടോ അനങ്ങുന്നു? അവൻ അവളെ കുലുക്കി വിളിച്ചു. ശ്രീ ഒരു 5 മിനിറ്റ്സ് കൂടി. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അതുങ്ങളിങ്ങ് വരും. പിന്നെ നമ്മൾ രണ്ടിനെ ഈ ഇരിപ്പ് കണ്ട നാട്ടിച്ച് കൊല്ലും. ഡി എണീക്കടി. മിന്നു പയ്യെ കണ്ണുറന്നു. അപ്പോഴാണ് അവൾക്ക് സുബോധം വന്നത്. അയ്യോ, ഫിലിം കഴിഞ്ഞോ? എല്ലാവരും പോയോ? ഇല്ല, ഇപ്പോൾ ലൈറ്റൊക്കെ ഓണാക്കും.
തമ്പുരാട്ടി ഒന്ന് കാലിൽ നിന്ന് എണീക്കുമായിരുന്നേ. അല്ല, കാല് വേദനിച്ചിട്ടായിരുന്നേ. അയ്യോ സോറി എന്നും പറഞ്ഞ് മിന്നു അപ്പുറത്തെ സീറ്റിലേക്ക് ഇരുന്നു. കാലിന് നല്ല വേദനയുണ്ടോ? ഞാൻ ഉറങ്ങിപ്പോയി, ഒന്നും അറിഞ്ഞില്ല, അതാ സോറി. ഞാൻ ക്ഷമിച്ചു. പിന്നെ ഒരു ഹെൽപ്പ് കൂടെ ചെയ്യോ? ദേ, ഇതുപോലെ മടിയിലിരുത്തുന്ന കാര്യം വല്ലതുമാണ്, ഇന്ന് പറ്റില്ല. ഇപ്പോൾ തന്നെ നേരെ പോയി എണ്ണത്തോണയെ കിടന്നാലോ എന്ന് ആലോചിക്കുക. വേറെ ഒരു ദിവസം ചെയ്യാം. സഞ്ജു ദയനീയമായി അവളെ നോക്കി. മിന്നു ഒന്ന് കണ്ണ് ചിമ്മിച്ചിരിച്ചു. അതല്ലെന്നേ, അവരോട് ഞാൻ ഉറങ്ങുമായിരുന്നു എന്ന് പറയാതിരിക്കുമോ? ഓഹ്, ഞാനായിട്ട് പറയുന്നില്ല, നീയായിട്ട് പറയാതിരുന്നാൽ മതി. നീ ഉറങ്ങിയ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവർ എന്നെ നാറ്റിക്കും. അപ്പോഴാ. അത്രയ്ക്ക് ബോറായിരുന്നു. അത് പോട്ടെ, ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു? കഥ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തരുമോ? അവർ ചോദിച്ചാൽ പറയാനാ, പ്ലീസ്. ഓ, നാണമില്ലല്ലോടി. ഇല്ലാത്തത് കൊണ്ടല്ലേ ചോദിച്ചേ. വേണേ ഉണ്ണിയേട്ടൻ വാങ്ങിത്തന്ന ഫലൂദയിൽ പകുതി തരാം. പിന്നെ സഞ്ജു ഏകദേശമൊക്കെ കഥയെല്ലാം പറഞ്ഞു കൊടുത്ത് രണ്ടും കൂടി തിയേറ്ററിൻ്റെ പുറത്തെത്തി. അല്ല, സഞ്ജുവേട്ടന് പോപ്കോൺ തിന്നില്ലേ? ഫുള്ള് ബാക്കിയുണ്ടല്ലോ. നീ അല്ലേടി എന്നോട് പറഞ്ഞ് തുടരുതെന്ന്. ഓ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. സില്ലി ബോയ്, സീരിയസ് ആയിട്ട് എടുത്തോ? എന്നാ കഴിച്ചോ. മിന്നു പോപ്കോൺ അവന് നേരെ നീട്ടി. ഓ, എനിക്ക് വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാനത് വെറുതെ പറഞ്ഞതല്ലേ. പ്ലീസ് കഴിക്കേ. സഞ്ജു അവളുടെ കൂടെയുള്ള ഓരോ നിമിഷവും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവൻ പോപ്കോൺ തിന്നുകൊണ്ട് അജുവിനെ വിളിച്ചു. ഡാ, നിങ്ങളെവിടാ? പിന്നെ അവൻ ഫോൺ കട്ടാക്കി. അവർ എന്തിയേ? കഫേയിലുണ്ട്, നമ്മളോട് അങ്ങോട്ട് വരാൻ. ചെന്നിട്ട് എനിക്ക് ഫലൂദ തിന്നാനുള്ളതാ, വേഗം വാ. സഞ്ജുവിനെ പിടിച്ച് മിന്നു അങ്ങോട്ട് വെച്ച് പിടിച്ചു. കഫേയിലെത്തിയപ്പോൾ എല്ലാം കൂടെ ഒരു ടേബിളിന് ചുറ്റും കൂടിയിട്ടുണ്ട്. ഇവരും കൂടെ ചേർന്നു. സഞ്ജുവിന് ഓപ്പോസിറ്റായിട്ടാണ് മിന്നു ഇരുന്നത്. ഡാ, രണ്ട് ചിരിച്ചുകൊണ്ടൊക്കെയാ വന്നേ. ഇന്ന് അടിയടിയൊന്നും നടന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത് ഉണ്ണി. ചക്കവും ശരിവെച്ചു. അല്ല, ഇന്ന് അടിയൊന്നും ഉണ്ടായില്ലേ? രണ്ടിനെ കളിയാക്കി അജു. ഞങ്ങൾക്കതിന് ഫിലിം കാണാനല്ലേ വന്നേ, അടി ഉണ്ടാക്കാനല്ലല്ലോ. ഫിലിമിൻ്റെ ഇടയ്ക്ക് എങ്ങനെ അടി ഉണ്ടാക്കാൻ പറ്റുക? ഫിലിമിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റിയില്ല. അപ്പോഴാ മിന്നു നല്ല കൂളായി പറഞ്ഞു. ഇതെല്ലാം കേട്ട് സഞ്ജു അവളെ അന്തം വിട്ട് നോക്കി. നീ ഫിലിം മൊത്തം കണ്ടോ? ഉണ്ണി അതിശയത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ, നിങ്ങൾ എന്താ എന്നെപ്പറ്റി വിചാരിച്ചേ? എന്താണ് ആ സിനിമയുടെ കഥ? ഒന്ന് പറ. വിശ്വസിക്കാനാവാതെ അപ്പു ഇടയിൽ കയറി. ഓഹ്, അതാണോ? ഞാനിപ്പോൾ പറയാലോ. മിന്നു ഏകദേശം കഥയെല്ലാം പറഞ്ഞു. എനിക്ക് എൻഡിങ് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കോ? ഇതെല്ലാം കേട്ട് എല്ലാവരുടെയും കിളി പോയിരിക്കുകയായിരുന്നു. അതിലും കൂടുതൽ സഞ്ജുവിൻ്റെ. സഞ്ജുവേട്ടാ, ഇവൾ സത്യമായിട്ട് ഫിലിം കണ്ടോ? ശ്രീ അതിശയത്തോടെ സഞ്ജുവിനെ നോക്കി. സഞ്ജു ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് മിന്നു അവൻ്റെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുത്തു. പെട്ടെന്ന് അവന് ബോധം വന്നു. സഞ്ജുവേട്ടാ, ഞാൻ ശരിക്കും ഫിലിം കണ്ടില്ലേ? പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞേ? മിന്നു പേടിത്തൊണ്ടയാണെന്നോ? അവൾ ഫുള്ളും ഫിലിം ഇരുന്ന് കണ്ടു, ഒരു പേടിയില്ലാതെ. പിന്നെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. വെയിറ്റോ? അപ്പു ഇടയിൽ കയറി. അത് അവൾക്ക് ഫുൾ ഫിലിം കണ്ടു എന്നുള്ളതിൻ്റെ വെയിറ്റ് ഒന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞേ. സഞ്ജു എങ്ങനെയോ തടി തപ്പി. മിന്നു അവന് കണ്ണുകൊണ്ട് താങ്ക്സ് പറഞ്ഞു. എന്നാലും നീ ഒരു തള്ളിച്ചാണല്ലോ മിന്നു, സഞ്ജു മനസ്സിലോർത്തു. കണ്ടോടി ശ്രീ, നീയല്ലേ ഇന്നലെ അവളെ കളിയാക്കിയേ? എന്നിട്ട് അവളിരുന്ന് ഫിലിം മൊത്തം കണ്ടു. നീയോ ഓരോ സീൻ വരുമ്പോഴും ഞെക്കി ഞെക്കി എൻ്റെ കൈ എനിക്ക് അനക്കാൻ വയ്യ. അജു ദേഷ്യത്തോടെ ശ്രീയെ നോക്കി. സോറി മുത്തേ, പിണങ്ങല്ലേ. ഈ ഫിലിം നല്ലതുപോലെ ഞാൻ പേടിച്ചു പോയി, അതുകൊണ്ടല്ലേ. ശ്രീ അവൻ്റെ കവിളിൽ പിടിച്ച് കൊഞ്ചിച്ചു. അപ്പോൾ അജു പയ്യെ അയഞ്ഞു. ദേ, ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുണ്ടേ. അപ്പു കളിയാക്കി. ഉണ്ണിയേട്ടാ, എൻ്റെ ഫലൂദ തായോ? അപ്പോൾ തന്നെ ഉണ്ണി എല്ലാവർക്കും ഫലൂഡ ഓർഡർ ചെയ്തു. പിന്നെ എല്ലാവരും വർത്തമാനത്തിൽ ഏർപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് മിന്നു അറിയാതെ അവളുടെ കണ്ണുകൾ സഞ്ജുവിലേക്ക് നീങ്ങു. അവനും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മിന്നു എന്തോ ഓർത്ത പോലെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് ഓടി. ഇവളെന്താ അങ്ങോട്ട് പോയേ? ഒന്ന് പോയാലോ? എന്തായാലും അവളുടെ പെർഫോമൻസിനെ കുറിച്ച് എന്തേലും പറയണ്ടേ? ഇത് ഓർത്ത് സഞ്ജുവും വാഷ്റൂമിലേക്ക് വിട്ടു. ഇവരുടെ പോക്ക് കണ്ട് ബാക്കിയുള്ളവർ ആക്കി ചിരിയും തുടങ്ങി. സഞ്ജു ചെല്ലുമ്പോൾ മിന്നു വാഷ് ബേസിൻ്റെ മുന്നിലുള്ള കണ്ണാടിയിലേക്ക് നോക്കുമായിരുന്നു. എന്താണ് മേഡം, സൗന്ദര്യം ആസ്വദിക്കുകയാണോ? പെട്ടെന്ന് തന്നെ മിന്നു മുഖം കഴുകി ടിഷ്യൂ വേസ്റ്റ് ബിന്നിലിട്ടു. അതല്ല മോനെ, എന്താ എനിക്കെൻ്റെ ഭംഗി ആസ്വദിച്ചൂടെ? ഓ, നടക്കട്ടെ, ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, മോനെന്താ എന്നെ തപ്പി വന്നതാണോ? അതെല്ലോ, മേഡത്തിനെ കണ്ടോന്ന് അഭിനന്ദിക്കാൻ വന്നതാണ് അടിയൻ. എന്തിനാണാവോ തമ്പുരാട്ടെ അഭിനന്ദിക്കുന്നത്? ഓ, അതുപോലത്തെ ആയിരുന്നല്ലോ നേരത്തെ പെർഫോമൻസ്. ഓ, ഇതൊക്കെ എന്ത്?
എൻ്റെ മിന്നൂസേ, എന്നാലും എങ്ങനെയടി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നേ? അതൊക്കെ ഒരു കഴിവാണ് മോനെ. ദക്ഷിണ തന്നാ പഠിപ്പിച്ചു തരാം. പിന്നെ സഞ്ജുവേട്ടനും അതിന് നല്ലപോലെ എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ? അല്ലേ പൊളിഞ്ഞു പോയേനെ എല്ലാം. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തതിന് ഒന്നും തന്നില്ല. എന്താണ് മോനെ വേണ്ടേ? ചോദിച്ചോളൂ, ഞാൻ സെറ്റാക്കി തരുന്നതായിരിക്കും. എന്നാലേ എനിക്ക് ഇന്നലെ പകുതിക്ക് വെച്ച് തിന്നു പോയ അതല്ലേ കംപ്ലീറ്റ് ആക്കാൻ സമ്മതിച്ചാൽ മതി. അയ്യടാ മോനെ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരാം. അപ്പോൾ ഒന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞിട്ട് അത് നിൻ്റെ വായിൽ നിന്ന് കേൾക്കാനല്ലേ മോളിസേ? ഒന്ന് മാറിക്കേ, ഞാൻ പോവുക. അതും പറഞ്ഞ് മിന്നു അവനെ ഉന്തി അവരുടെ അടുത്തേക്ക് ഓടി. സഞ്ജു പിറകുകയും ചെന്നു അവരുടെ അടുത്ത് പോയിരുന്നു. മിന്നുസേ, നിങ്ങൾക്ക് ഈ സൺഡേ ലീവുണ്ടോ? ആ, ഇന്നോട്ട് നൈറ്റ് തുടങ്ങും. അതുകൊണ്ട് സൺഡേ ഓഫാണെന്നാണ് എൻ്റെ നിഗമനം. അല്ലേ പൂ? അതെല്ലോ, ലീവാണ്. എന്താ? അതോ, ഞങ്ങളുടെ കമ്പനിയുടെ ആനിവേഴ്സറിയാണ്. അതുകൊണ്ട് സൺഡേ ഈവനിങ് പ്രോഗ്രാം ഉണ്ട്. ഓരോ സ്റ്റാഫിനും അവരുടെ റിലേറ്റീവ്സിനെ ഒക്കെ വിളിക്കാം. ഞങ്ങൾക്ക് നിങ്ങളല്ലേ ഇവിടെയുള്ളൂ, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയരുത്. ഓ, അതാണോ? വിളിച്ചില്ലേലും വലിങ്ങേറി വരും. ഞങ്ങളല്ലേടാ. ശ്രീ ചിരിച്ചു. പിന്നെ ശ്രീ, നീ അന്ന് വരുമ്പോൾ സാരി ഉടുത്തിട്ട് വന്നേ. അജു അവളെ നോക്കി. സാരിയോ? ഞാനോ? അതൊന്നും ശരിയാവില്ല. അതെന്നാ ശ്രീ, പ്ലീസ്ഡാ. അജു കെഞ്ചി. അങ്ങ് സമ്മതിച്ചു കൊടുക്ക് ശ്രീ. മിന്നു അപ്പവും നിർബന്ധിച്ചു. അവൾ മാത്രമല്ല, നിങ്ങളും സാരി ഉടുക്കണം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. സാരിയൊക്കെ ഉടുത്താൽ നല്ല ബോറാണ് ഉണ്ണേട്ടാ. അപ്പു ഉടുക്കും. അതാണ് നിനക്ക് മാത്രം സാരി ഉടുത്താ? ഞാനേ വല്ല ചുരിദാർ വല്ല ഇടാന്ന്. പറ്റില്ല, മിന്നു നീയും ഇവരുടെ കൂടെ സാരി ഉടുക്കണം. ചക്കു ഇടപെട്ടു. അല്ല ശ്രീ, നമുക്കന്ന് ഓഫാണോ? എനിക്ക് അന്നേ ഉറപ്പില്ല. ദേ മിന്നു, 3 അന്ന് അവിടെ എത്തിയില്ലേ, പിന്നെ ഞങ്ങളെ വിളിക്കുകയും വേണ്ട, മിണ്ടാനും വരണ്ട, കേട്ടല്ലോ? അയ്യോ, അങ്ങനെ പറയില്ല ഉണ്ണിയേട്ടാ. ശരിക്കും വൃത്തികേടായതുകൊണ്ടല്ലേ. അവിടെ കുറേ പേര് വരുന്നതല്ലേ, മോശമാകും. അതിന് നിന്നെയൊക്കെ ഞങ്ങൾക്കല്ലേ അറിയൂ. ഇനി മോശമായാലും കുഴപ്പമില്ല, ഞങ്ങൾ സഹിച്ചു. അവസാനം അപ്പവും ശ്രീയും ഒരു വിധത്തിൽ സമ്മതിച്ചു. മിന്നു അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. പിന്നെ സഞ്ജു ഇടപെട്ടു. മിന്നു, ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സഞ്ജു അവിടെ നിന്ന് എണീറ്റ് പോയി. പുറകെ മിന്നു. ഇവരെന്താ ഒറ്റയ്ക്കൊക്കെ വർത്താനം? ഇനി നമ്മളറിയാതെ ഇവർ സെറ്റെങ്ങാനുമായോ? എനിക്ക് തോന്നുന്നുണ്ട്. ഇടയ്ക്ക് കണ്ണും കണ്ണും നോട്ടവും പുറകെയുള്ള പോക്കും ചിരിയും വർത്തമാനമൊക്കെ. അപ്പോൾ സമ്മതിച്ചു. നോക്കാം, നമ്മളോട് എന്തായാലും പറയാതിരിക്കില്ല. മിന്നു, നീ അന്ന് വരുമ്പോൾ സാരി ഉടുക്കണം കേട്ടോ. ഭിത്തിയിൽ ചാരി നിന്നു. ഞാൻ ഉടുക്കൂല. എന്നാ ഞാൻ ഇപ്പോൾ പോയി നിൻ്റെ ഫിലിമിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കും. അയ്യോ, ചതിക്കല്ലേ. വേറെ എന്തേലും പറഞ്ഞോ, ഞാൻ ചെയ്യാം. സാരി ഉടുക്കാൻ പറ്റില്ലെന്നേ. എന്നാ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതായാലും മതി. സഞ്ജു ചിരിച്ചു. സാരി ഉടുക്കാം. നീ അന്ന് സാരി ഉടുക്കും മോളെ. നിന്നെക്കൊണ്ട് ഉടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അത് പറ്റില്ല. വേറെ എന്തേലും പറ. എനിക്ക് 2 കാര്യങ്ങളെ പറയാനുള്ളൂ. ഇതിൽ ഏതെങ്കിലും നീ സമ്മതിച്ചില്ലേ, ഞാൻ അവരോട് സത്യാവസ്ഥ പറയും. എന്നാ ഞാൻ സാരി ഉടുക്കാം. പക്ഷേ അവരോട് പറയരുത്. ഇല്ല, ഞാൻ പറയൂല. പിന്നെ അന്നെങ്ങാനും സാരി ഉടുക്കാതെ വന്ന അന്ന് ഞാൻ എല്ലാവരോടും പറയും. ഇതും പറഞ്ഞ് സഞ്ജു അവരുടെ അടുത്തേക്ക് പോയി. പുറകെ മിന്നുവും. എന്താണ് രണ്ടാളും കൂടെ ഒരു സ്വകാര്യം? ഏയ്, അതൊന്നുമില്ലടാ ഉണ്ണി. ഇവളോട് സാരി ഉടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ട് അവൾ സമ്മതിച്ചോ? അപ്പോൾ ചോദിച്ചു. മിന്നു, നീ സാരി ഉടുക്കില്ലേ? സഞ്ജു അവളെ നോക്കി. ആ, ഞാൻ ഉടുക്കാം. ഓ, അപ്പോൾ അങ്ങനെയായി. അവൻ പറഞ്ഞാലേ കേൾക്കുമല്ലേ? എല്ലാവരും ചിരിച്ചു. മിന്നു രൂക്ഷമായി സഞ്ജുവിനെ നോക്കി. സഞ്ജു ഒന്നും അറിയാത്ത പോലെ മുകളിലേക്കും. അങ്ങനെ നൈറ്റ് ഉറക്കവുമായി ദിവസങ്ങൾ കടന്നുപോയി. അവസാനം സൺഡേ കടന്നു വന്നു. ശ്രീയും അപ്പു എന്തൊക്കെയോ പറഞ്ഞ് അലമാരയിൽ നിന്നും സാരി തപ്പുവാണ്. മിന്നു ബെഡിൽ അവളുടെ ടെഡീനെ കെട്ടി പിടിച്ച് അവരുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നു. മിന്നു ഫോണ് തുറന്നു. സഞ്ജു ഏട്ടൻ. എടാ, പറ്റുമെങ്കിൽ സാരി ഉടുത്താൽ മതി കേട്ടോ. ബുദ്ധിമുട്ടാണേ വേണ്ട. എന്നിട്ട് എല്ലാവരോടും സത്യം പറഞ്ഞ് കളിയാക്കാനല്ലേ? ഇത് അയച്ചതും അവിടെ നിന്ന് ടൈപ്പിംഗ്. എൻ്റെ മിന്നൂസ് ഏത് ഡ്രസ്സ് ഇട്ടാലും സുന്ദരിയാ. നീ നിനക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ. പിന്നെ സാരി ഉടുത്ത് കാണാൻ ഒരു കൊതി തോന്നി, അതാ അന്നങ്ങനെ പറഞ്ഞത്. ഓ, തള്ളി മറിക്കുമോ? ഞാൻ കാര്യം പറഞ്ഞതാ. എന്നാ ബൈഡാ, ഈവനിങ് കാണാം. ഇവിടെ കുറച്ച് പണിയുണ്ട്. അവളും തിരിച്ചു ബൈ പറഞ്ഞ് നെറ്റ് ഓഫാക്കി. എന്നിട്ട് അവളുടെ പാവയെ കെട്ടിപ്പിടിച്ച് ചിരിച്ചു. ശ്രീയും അപ്പുവാണെ മിന്നുവിനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടിയില്ലാതെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുത്തി പാവയും കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ ആലോചിച്ച് ചിരിക്കുന്നു. ഇവൾക്ക് ഇതെന്നാ പറ്റി? ശ്രീ, അവൾ ഈ ലോകത്തൊന്നും അല്ലാന്ന് തോന്നുന്നു. വാ, പോയി കുലുക്കി വിളിക്കാം. അതും പറഞ്ഞ് ശ്രീ മിന്നുവിൻ്റെ അടുത്ത് പോയി അവളെ തട്ടി വിളിച്ചു. പെട്ടെന്ന് തന്നെ മിന്നു ഉണർന്നു. അവരെ കണ്ടതും ഒരു ചമ്മിയ ചിരി ചിരിച്ചു. എന്താണ് മോളെ ചിന്ത? ഇവിടെ ഒന്നും അല്ലല്ലോ.
അപ്പോൾ അവളുടെ ഒരു സൈഡിലിരുന്ന് അപ്പുറത്ത് ശ്രീയും. ഏയ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ ഇവിടെ ഉണ്ട്. നിന്റെ മനസ്സിൻ്റെ കാര്യമാണ് ചോദിച്ചേ. അതൊന്നുമില്ല അപ്പു. സത്യം പറഞ്ഞു, നീ സഞ്ജുവേട്ടനല്ലേ ചിന്തിച്ചേ? ആ. ആഹാ, എന്താണ് ഞങ്ങളുടെ സഞ്ജുവേട്ടനെ കുറിച്ച് ചിന്തിക്കാൻ? നിങ്ങളുടെയാ? എൻ്റെ സഞ്ജുവേട്ടനാ? എന്തോ? എങ്ങനെ? കേട്ടില്ല. അപ്പോൾ കളിയാക്കി. ഡി കാന്താരി, ഇതൊക്കെ എപ്പോ? അതെനിക്കും അറിയില്ലടി. ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ സഞ്ജുവേട്ടന് സ്ഥാനം പിടിച്ചു. കൊളക്കോഴി എൻ്റെ കൂടെ ഉണ്ടേ, ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല എന്നൊരു തോന്നൽ. ഓ, അങ്ങേര് കൂടെ ഉള്ളപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണടാ. സഞ്ജുവേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ വളരെ കംഫർട്ടാണ്. അതും പോരാതെ സഞ്ജുവേട്ടൻ്റെ കണ്ണുകളിൽ എന്നോടുള്ള ഇഷ്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാ ഇത്ര എന്നെ സ്നേഹിക്കുന്ന ആളെ വേണ്ടെന്ന് വെക്കുക? ഇതൊക്കെയാണ് സ്നേഹത്തിൻ്റെ ലക്ഷണമെങ്കിൽ ഐ ഫോൾ ഇൻ ലവ് വിത്ത് ഹിം. ഇതും സ്നേഹത്തിന് ലക്ഷണങ്ങൾ തന്നെയാണ്. അല്ല, ഏത് സഞ്ജുവേട്ടനറിയോ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നേ? എടി, ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ. ദേ, അവരോട് പറയല്ലേ. ഞാൻ ആദ്യം സഞ്ജുവേട്ടനോട് പറഞ്ഞിട്ട് മതി. അപ്പോൾ എല്ലാം പ്ലാൻഡാണ് എന്ന് പറഞ്ഞ് അവളെ ബെഡിലേക്ക് ഉന്തിയിട്ട് അപ്പവും ശ്രീ ഇക്ലിയാക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞത് മിന്നുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. ശ്രീയെ അപ്പുവിനെ തള്ളി മാറ്റി മിന്നു പോയി ഫോൺ എടുത്തു. ഹലോ കണ്ണേട്ടാ. ഫോണെടുത്ത് മിന്നു ബാൽക്കണിയിലേക്ക് പോയി. ശ്രീയും അപ്പുവും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. അവസാനം സഞ്ജുവേട്ടൻ്റെ ആഗ്രഹം നടന്നു. ആ അതെ, നീ അജുവേട്ടനോട് പറയണ്ട, സർപ്രൈസ് ആയിരിക്കട്ടെ. ശ്രീയും സമ്മതിച്ചു. പിന്നെ അവർ സാരിയുടെ പിറകെ പോയി. ഈവനിങ് മിന്നുവും ഗ്യാങ്ങും ഓട്ടോയിലാണ് ഓഡിറ്റോറിയത്തിൽ എത്തിയത്. മിന്നു ബ്ലാക്ക് കളർ നെറ്റിൻ്റെ വർക്കുള്ള സാരിയും ഡീപ്പ് റെഡ് കളറുള്ള ബ്ലൗസ്, അത് ബോട്ട് നെക്ക് എന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു. മുടി സിമ്പിളായി അഴിച്ചിട്ടിരുന്നു. കാതുകളിൽ ചെറിയ ജിമിക്കുമുണ്ട്. കഴുത്തിൽ ചെറിയ കുരിശുള്ള ചെയിനും മുഖത്ത് ചെറിയൊരു പൊട്ടും. കണ്ണ് ചെറുതായി എഴുതിയിട്ടുണ്ട്. ശ്രീ നേവി ബ്ലൂ കളർ സാരിയും അതേ കളർ ബ്ലൗസുമായിരുന്നു. അവളുടെ മുഖത്തും അധികം ചായങ്ങളൊന്നുമില്ലായിരുന്നു. സിമ്പിളായി കണ്ണെഴുതുകയും ചെറിയൊരു പൊട്ടും. അപ്പോൾ ആണേ പീക്കോക്ക് ബ്ലൂ കളർ സാരിയായിരുന്നു വേഷം. അവളുടെ സിമ്പിളായി മുടി അഴിച്ചിടുകയും ശ്രീയെ മെനുവിനെ പോലെ ചെറിയൊരു മേക്കപ്പുമാണ് ചെയ്തത്. അവർ ഓട്ടോയിൽ നിന്നിറങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് നടക്കുന്നതും എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ സാരി വേണ്ടാന്ന്. കണ്ടോ, എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു. എനിക്ക് മടിയായിട്ട് വയ്യ. മിന്നു പിറുപിറുത്തു. ശരിയാ, വേണ്ടെന്ന് എനിക്കും തോന്നുന്നു. അപ്പോൾ ശരിവെച്ചു. ഇനി ബോറാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വന്നു പോയില്ലേ. അവർ മൂന്ന് ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തെത്താറായി. എടാ അജു, നീ ശ്രീയെ വിളിച്ചായിരുന്നോ? അവർ ഇവിടെ എത്താറായോ? ഇരുട്ടായി, കാണുന്നില്ലല്ലോ. ചക്കു ആവലാതിപ്പെട്ടു. എടാ, ഞാൻ വിളിച്ചായിരുന്നു, ഇപ്പം എത്തും. അത് പറഞ്ഞ് അവൻ നോക്കിയതും കണ്ടു ഡിം ലൈറ്റ് പിടിപ്പിച്ച വഴിയിലൂടെ നടന്ന് അവരുടെ അടുത്തേക്ക് വരുന്ന ത്രിമൂർത്തികളെ. എടാ, മൂന്നും പൊളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇത്രയും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. എടാ ശ്രീ, നല്ല രസമുണ്ടല്ലേ. അവർ അടുത്തെത്തിയതും അജു ശ്രീയെ കെട്ടിപ്പിടിച്ചു. ശ്രീ ഞെട്ടിത്തരിച്ചു പോയി. എൻ്റെ ശ്രീക്കുട്ടി സുന്ദരിയായിട്ടുണ്ടല്ലോ. അപ്പോൾ ചുമയ്ക്കുന്നത് പോലെ കാണിച്ചു. അപ്പോൾ അജു പതിയെ ഷർട്ട് നേരെയാക്കി അവരെ നോക്കി ചിരിച്ചു കാണിച്ചു. അജുവും ശ്രീൻ്റെ കളർ പോലെ നേവി ബ്ലൂ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ആയിരുന്നു വേഷം. ചക്കു ലൈറ്റ് ബ്ലൂ കളർ ഷർട്ടും ഉണ്ണി ലൈറ്റ് ഓറഞ്ച് കളർ ഷർട്ടുമായിരുന്നു വേഷം. എടാ, നീ അവരെ അകത്തേക്ക് കയറ്റി. മൂന്നും എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പു, നമ്മൾ ഏകദേശം സെയിമാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ നിന്നോളാം, കേട്ടല്ലോ. ഓ, ഉത്തരവ് ചക്കു കേട്ടാ. അപ്പോൾ ഞാനോ? നിനക്കുള്ള ആള് ഉള്ളിലുണ്ട് മിന്നു. അപ്പു കളിയാക്കി. എല്ലാവരും ചിരിച്ചു. അവൾ അപ്പുവിനെ നോക്കി കണ്ണുരുട്ടി. മിന്നുവിൻ്റെ കണ്ണുകൾ സഞ്ജുവിനെ തേടി നടന്നു. ഇങ്ങേരിയത് എവിടെയാ? സാരി ഉടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് സാരി ഉടുപ്പിച്ചിട്ട് ആളെ കാണുന്നില്ലല്ലോ. ആരെയാ മിന്നു നീ തപ്പുന്നത്? സഞ്ജുവിനെയാണോ? അവനിതാ അവിടെ സ്റ്റേജിലുണ്ട്, അങ്ങോട്ട് നോക്ക്. ഉണ്ണി അവളുടെ തോളിൽ കൈയിട്ടു. ഞാൻ അങ്ങേരെ ഒന്നും അല്ല നോക്കിയേ. മിന്നു മുഖം കൊട്ടി കാണിച്ചു. എന്നിട്ട് പയ്യെ സ്റ്റേജിലേക്ക് നോക്കി. അവിടേക്ക് നോക്കിയതും മിന്നുവിനെ ദേഷ്യം പിടിച്ചു. അവൾ നോക്കിയപ്പോൾ കണ്ടു ഏതോ ഒരു പെൺകുട്ടിയുമായി കളിച്ചിരിച്ച് നിൽക്കുന്ന സഞ്ജുവിനെ. ആ പെൺകുട്ടി സഞ്ജുവിൻ്റെ ഷർട്ടൊക്കെ നേരെയാക്കി കൊടുക്കുന്നു. ഇത് കണ്ടതും മിന്നുവിന് പെരുവിരൽ മുതൽ അരിച്ചു കയറി. ആ ദേഷ്യം അവളോട് എന്താ ചോദിക്കുന്ന വന്ന ചക്കുവിൻ്റെ കാലിൽ തീർത്തു. എന്താടി കുട്ടി പിശാചേ നിനക്ക്? എൻ്റെ കാല്. ചക്കു കാല് തിരുമി. അയ്യോ സോറി ചക്കുവേട്ടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. കുന്തം, വാ ആ ടേബിളിൽ പോയിരിക്കാം. അതും പറഞ്ഞ് ചക്കു അവളെ വിളിച്ചോണ്ട് പോയി. ഇതേ സമയം, ഇതുവരെ കണ്ടില്ലല്ലോ, ഇവരെ എവിടെ? ദീപ്തി, നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്ക് പോയിട്ട് വേറെ ഒരുപാട് പണിയുള്ളതാ. ചുമ്മാ വായ നോക്കി നിന്നോളൂ. അതിന് ഞാൻ അവരെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല, അതാ ചോദിച്ചേ. എന്തായാലും മൂന്നിനെയും കാണാൻ ചേലുണ്ട്. നല്ല ചുന്ദരി കുട്ടികൾ.
എവിടെ? വിഷ്ണു ഇടയിൽ കയറി. മൂന്നും കൊള്ളാലോ. എന്നാലേ നിങ്ങൾ ഇതും പറഞ്ഞ് ഇവിടെ നിൽക്കേ, ഞാനേ ഇതിനെങ്കിലും ഒന്നിനെ സെറ്റാകട്ടെ. അതും പറഞ്ഞ് വിഷ്ണു സ്റ്റേജിൽ നിന്ന് താഴേക്ക് പോയി. അവളിലെ കോഴി ഉണർന്നു. സഞ്ജു, അവർ നിന്റെ ഗ്യാങ്ങിൻ്റെ കൂടെ ആണല്ലോ വരുന്നേ. മിന്നു ഒക്കെ വന്നു. സഞ്ജു പെട്ടെന്ന് പുറകോട്ട് തിരിഞ്ഞു. മിന്നുവിനെ നോക്കിയ സഞ്ജുവിന് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. സാരിയിൽ മിന്നുവിനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവന് തോന്നി. എന്താ മോനെ വായും പൊളിച്ച് നിൽക്കുന്നേ? നിന്നിലെയും കോഴി ഉണർന്നോ? അതൊക്കെ ഉണർന്നിട്ട് കുറേ ആയി. അല്ല, അതൊക്കെ ആരാണ്? അജുവിൻ്റെ കൂടെ കൈയും പിടിച്ച് വരുന്നത് ശ്രേയ. അജു കെട്ടാൻ പോകുന്ന ആളാണ്. ചക്കുവിൻ്റെ കൂടെ വരുന്നത് അപ്പു എന്ന അപർണ. പിന്നെ മുന്നിൽ വരുന്നത് മീര, ഞാൻ താലി കെട്ടാൻ പോകുന്ന എൻ്റെ മിന്നൂസ്. ആമ്പടക്കള്ള, കല്യാണമൊക്കെ ഉറപ്പിച്ചോ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ബെസ്റ്റ്, അതിന് അവൾ പോലും ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഓ, വൺ വേ ആണോ? അതിന് അവൻ നിഷ്കുവായി തലകുലുക്കി കാണിച്ചു. പുള്ളിക്കാരിക്ക് ഇഷ്ടമാണെന്നറിയാൻ ഞാനൊരു പണി ഒപ്പിക്കാം. നീ എൻ്റെ കൂടെ നിൽക്കോ? അവസാനം നീ എനിക്കുള്ള വഴി കൂടി ഇല്ലാതാക്കരുത്. നീ എൻ്റെ കൂടെ നിൽക്കുമോനെ, ഞാൻ കാണിച്ചു തരാം. അതും പറഞ്ഞ് ദീപ്തി സഞ്ജുവിൻ്റെ ഷർട്ടൊക്കെ നേരെയാക്കി കൊടുക്കാൻ തുടങ്ങി. നീ ഇത് എന്ത് വടി കാണിക്കുന്നേ? അടങ്ങി നിൽക്കി നീ. അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ അറിയാം. എങ്ങനെ? ഒരു പെണ്ണിനും താൻ ഇഷ്ടപ്പെടുന്ന പുരുഷൻ്റെ ദേഹത്ത് വേറെ ഒരു ഗേള് തൊടുന്നത് ഇഷ്ടപ്പെടില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? എടാ, ഞാനും ഒരു പെണ്ണല്ലേ. ഇത് നോക്കടാ, നിൻ്റെ മിന്നൂസ് ചവിട്ടി തുള്ളി പോകുന്നു. അടിപൊളി. ഇനി ഒരാഴ്ചത്തേക്ക് മിണ്ടൊന്നും തോന്നുന്നില്ല ആ പോക്ക് കണ്ടിട്ട്. സഞ്ജു തലയിൽ കൈവച്ചു. നിന്നോടുള്ള ദേഷ്യം പാവം ചക്കുവിൻ്റെ കാലിനിട്ടാ അവൾ തീർത്തേ. നിനക്ക് സന്തോഷമായല്ലോ അല്ലേ? എന്താടാ, അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലായില്ലേ? അതൊക്കെ മനസ്സിലായി. അവൾ എന്താടാ ഉണ്ണിയേട്ടൻ്റെ കൈയൊക്കെ പിടിച്ച് സംസാരിക്കുന്നേ? കുട്ടിക്ക് തീരെ പൊസസീവ്നെസ് ഇല്ലല്ലേ? കളിക്കാതെ കാര്യം പറയടാ. അത് ഉണ്ണിയുടെ പെങ്ങളൂട്ടിയാ. ഉണ്ണിയേട്ടന് പെങ്ങളുണ്ടോ? ഒരു ചേട്ടൻ മാത്രമല്ലേ എനിക്കറിയൂ. ഉണ്ണിയുടെ നെയ്ബറാണ് മിന്നു. ഉണ്ണിക്ക് അവൾ സ്വന്തം പെങ്ങൾ തന്നെയാ. ഹാവോ, കുറച്ച് നേരത്തേക്ക് ഞാൻ പേടിച്ചു പോയി. എൻ്റെ നാത്തൂനാണല്ലേ? എടി, നിനക്ക് ഇഷ്ടമാണെങ്കിൽ അവനോടൊന്ന് പറഞ്ഞൂടെ? എന്തിനാ പാവത്തിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? എടാ, നിനക്കറിയില്ലേ, എൻ്റെ പേരൻസ് അവരുടെ വാക്ക് ധിക്കരിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പപ്പയോടും മമ്മയോടും കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നിട്ട് പറയണമെന്ന് വെച്ചാ. എന്നിട്ട് റിസൾട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഓൾമോസ്റ്റ് പോസിറ്റീവാണ്. എന്നാലും അവരങ്ങ് വിട്ടു പറഞ്ഞില്ല. ഓ, അപ്പോൾ അവിടെ വരെ ആയ കാര്യങ്ങൾ. ടാ, നീ ഇത് ഉണ്ണിയേട്ടനോട് പറയല്ലേ. ഇനി അഥവാ അവർ നോ പറഞ്ഞാൽ പാവം തകർന്നു പോവും. എസ് പറഞ്ഞാൽ എനിക്കൊരു സർപ്രൈസ് കൊടുക്കാമല്ലോ. ഞാനായിട്ട് നിൻ്റെ സർപ്രൈസ് പൊളിക്കുന്നില്ല. മിന്നു ചക്കുവിൻ്റെ കൂടെ ടേബിളിൽ പോയിരുന്നു. ഉണ്ണിയുടെയും ചക്കുവിൻ്റെയും ഇടയ്ക്കായിട്ടാണ് അവൾ ഇരുന്നത്. ചക്കുവിൻ്റെ അപ്പുറത്ത് അപ്പുവും പിന്നെ ശ്രീയും അജുവും. എന്താണ് ഉണ്ണിയേട്ടാ, ഒരു ഉഷാറ് കാണുന്നില്ലല്ലോ? ഒന്നുമില്ല മോളെ. എന്നാൽ എന്തോ ഉണ്ടല്ലോ. നീ ഇതേ ആ സ്റ്റേജിൽ സഞ്ജുവിനോട് കത്തിയടിക്കുന്ന ആളെ കണ്ടോ? ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടിപ്പോൾ എത്ര നാളായെന്ന് അറിയോ? ഒരു റിപ്ലൈ ഇല്ല. ഓ, അതിൻ്റെ ആണോ ഈ വൈക്ലഭ്യം? എന്ന് വെച്ചാൽ അതിൻ്റെ ആണോ സങ്കടമെന്ന്? ചെറുതായിട്ട്. പോട്ടെ മോനെ, എൻ്റെ ഉണ്ണിയേട്ടൻ സ്വീറ്റ് ആൻഡ് ക്യൂട്ടല്ലേ. അവൾ പോയാൽ പോട്ടെ, വേറെ ആളെ കിട്ടും. എനിക്ക് അവളെ തന്നെ മതിയിടാ. മനസ്സിലങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കുക. ആ തെണ്ടി സഞ്ജുവിനോട് ഞാൻ കുറേ പറഞ്ഞതാ അവളോട് ചോദിക്കുന്നു എന്നെ ഇഷ്ടമാണോ എന്ന്. ആ പട്ടിയെ ഇതുവരെ ചോദിച്ചില്ല. അതെന്തിനാ സഞ്ജുവേട്ടൻ ചോദിക്കുന്നേ? ഉണ്ണിയേട്ടൻ ചോദിച്ചൂടെ? ഇടാ, അവനെ അവൾ നല്ല രീതിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ അതുവഴി അവളുടെ മനസ്സറിയാൻ ഞാൻ അവനോട് ചോദിക്കാൻ പറഞ്ഞേ. പക്ഷേ ആ കുരങ്ങൻ ചോദിക്കണ്ടേ? ഓ, അപ്പോൾ അവർ ഫ്രണ്ട്സായിരുന്നു അല്ലേ? പിന്നെ ചിരിച്ചു. പിന്നെ നീ എന്താ വിചാരിച്ചേ? ഒന്നുമില്ല ഉണ്ണിയേട്ടാ. ഹലോ ഡിയർ, മൈ നെയിം ഈസ് വിഷ്ണു. വാട്ട്സ് യുവർ സ്വീറ്റ് നെയിം? ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ് മോനെ, സ്ഥലം വിട്ടേ. അജു വിഷ്ണുവിനെ ഓടിച്ചു. അപ്പുവിൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ മോനെ ഓൾറെഡി ബുക്കിംഗ് ആണ്. ചക്കു അവനെ കളിയാക്കി. ചക്കുവിൻ്റെ മിന്നുവിൻ്റെ ഇടയ്ക്കില്ലാത്ത സ്ഥലം ഉണ്ടാക്കി വിഷ്ണു അവിടെ ഒരു ചെയർ ഇട്ടിരുന്നു. ഹലോ ഡിയർ, മൈ നെയിം ഈസ് വിഷ്ണു. വാട്ട്സ് യുവർ സ്വീറ്റ് നെയിം? മീര അവനെ ഷേക്ക് ഹാൻഡ് കൊടുത്ത്. എടി കോഴിയാ, അജു പുറകിൽ നിന്ന് പറഞ്ഞു. മിന്നു അവനെ കണ്ണടച്ച് കാണിച്ചു. മീര ഹിന്ദു ആണോ? അല്ല, ക്രിസ്ത്യനാണ്. അല്ലേലും ജാതിയിലും മതത്തിലും അല്ലല്ലോ, ജീവിക്കുന്നതല്ലേ കാര്യം. ഒരുമിച്ച് നീ എന്താണായി പറയുന്നേ? ചക്കു അവനെ തോണ്ടി. ഹേ മിസ്റ്റർ, ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഞാൻ ഈ കുട്ടിയോട് കുറച്ച് സംസാരിക്കട്ടെ. മീരയെ കണ്ടപ്പോൾ മുതൽ എൻ്റെ ഹൃദയം തുടിക്കുകയാണ്. ഈ ഇടനെഞ്ചിലിരുന്ന് ആരോ പറയുക നീ എൻ്റേതാണെന്ന്. ഇന്ന് എങ്ങോട്ട് നോക്കിയാലും
ഫുൾ ഹാർട്ട് സിമ്പിൾസും കുട്ടിയുടെ മുഖവും മാത്രം. ഈ സീൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് റെമോ ഫിലിമിലെ അല്ലേ? നീ അവിടെ മിണ്ടാതിരിക്കുവോ ചക്കു? ഞങ്ങളിവിടെ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. വിഷ്ണുയുടെ ബാക്കി പറ, മിന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് എനിക്ക് സങ്കടം വരുമ്പോൾ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാനും സന്തോഷം വരുമ്പോൾ എൻ്റെ കൂടെ സന്തോഷിക്കാനും ഒരു കൂട്ട് വേണം. പോരുന്നോ എൻ്റെ കൂടെ? ഞാൻ പോന്നാ മതിയോടാ. ഇതാരെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു കൈ രണ്ടും നെഞ്ചിൽ കെട്ടി ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കുന്ന സഞ്ജുവിനെ. എന്താട്ടാ സഞ്ജു, നീ ഒന്ന് എന്നെ സെറ്റാവാനും സമ്മതിക്കൂലേ? മോനെ വിഷ്ണു, നീ ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. കുട്ടി ഒരു മിനിറ്റ്. വിഷ്ണുവേട്ടൻ ഇപ്പോൾ വരാവേ. ചെല്ലടാ ചെല്ല്, നിൻ്റെ എല്ലും നഖവും ബാലൻസ് കിട്ടിയ ഭാഗ്യം. ഉണ്ണി ചിരിച്ചു. എന്താടാ സഞ്ജു, നിനക്ക് ആ കുട്ടി ഏകദേശം സെറ്റായി വരുമായിരുന്നു. നിനക്കെൻ്റെ പെണ്ണിനെ തന്നെ വേണം അല്ലേടാ വളയ്ക്കാൻ? അതും പറഞ്ഞ് സഞ്ജു വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് തിരിച്ചു. സഞ്ജു കൈ വിടറ, നല്ല വേദനയുണ്ട്. ആ കുട്ടി നീയുമായിട്ട് ഇഷ്ടത്തിലുള്ള കാര്യം എന്നോട് പറഞ്ഞില്ല. അതിന് നീ അവളോട് ചോദിച്ചോ? ഇല്ല. പിന്നെ എങ്ങനെയാടാ അറിയുന്നേ? ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത് വിട്ടോ. അതും പറഞ്ഞ് കൈവിട്ടു. വിഷ്ണു മീരയുടെ അടുത്ത് വന്ന് പോട്ടെ പെങ്ങളെ. അയ്യോ പോകുകയാണോ? ചേട്ടന് ചോദിച്ചതിന് മറുപടി വേണ്ടേ? മിന്നു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിനുള്ള മറുപടിയൊക്കെ എനിക്ക് കിട്ടി, എന്നാൽ ശരി. അതും പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് മുങ്ങി. എല്ലാവരും അവൻ്റെ പോക്ക് കണ്ട് ചിരിച്ചു. സഞ്ജു വന്ന് മിന്നുവിൻ്റെ അടുത്ത് വന്നിരുന്നു. നിനക്ക് എന്തിൻ്റെ അസുഖമാണ് മിന്നു? നേരത്തെ അങ്ങ് പറഞ്ഞൂടെ? എന്തു പറഞ്ഞൂടെന്ന്? അല്ല, ലൈനുള്ള കാര്യം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ പറയേണ്ടുള്ളൂ. നല്ല രസമായിട്ട് വരുമായിരുന്നു. സഞ്ജുവേട്ടൻ എന്തിനാ വിഷ്ണുവേട്ടനെ ഓടിച്ചു വിട്ടേ? അല്ലേലും ആൾക്കാരെ കളിപ്പിക്കുന്നത് നിനക്ക് വലിയ രസമാണല്ലോ. അതെ, എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ പറയണ്ടെന്നേ. എന്നാലും ഒരു കാര്യം പറയാതെ വയ്യ. സാരിയിൽ എൻ്റെ പറഞ്ഞപ്പോൾ സാരി ഉടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാലും ഞാൻ അതിനാര് പറഞ്ഞു കുളക്കോട് പറഞ്ഞിട്ട് ഞാൻ സാരി ഉടുത്തേന്ന്? അവർ ഉടുത്തപ്പോൾ പിന്നെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ചുരിദാർ ഇടണ്ട, അതുകൊണ്ടാ. എന്നാലും ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് നീ സമ്മതിക്കരുത്. ഓ, തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണിയേട്ടൻ ഇങ്ങോട്ട് ഇരിക്കുമോ? ഞാൻ അപ്പുറത്തേക്ക് ഇരിക്കാം. അത് ശരിയാ ഉണ്ണി, നീ ഇങ്ങോട്ടിരുന്നോ, ഞാനും അപ്പുറത്തേക്ക് ഇരിക്കാം. എന്നിട്ട് ഈ ടേബിളിന് ചുറ്റും നമുക്ക് കസേര കളി കളിക്കാം. സഞ്ജു അത് പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി ചിരിച്ചു. കുറച്ചു നേരത്തെ തർക്കത്തിന് ശേഷം എല്ലാവരും പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് ശ്രദ്ധ തിരിച്ചു. മിന്നു നോക്കിയപ്പോൾ സഞ്ജു ഇരിക്കുന്നിടത്ത് അങ്ങേരുടെ പൊടി പോലുമില്ല. ഇയാളിതെവിടെ പോയി? നോക്കുമ്പോൾ ദാ സ്റ്റേജിൽ മൈക്കൊക്കെ പിടിച്ചു നിൽക്കുന്നു. തുടർന്നുള്ള കഥ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.